نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഖുർആനിന്റെ വചനങ്ങൾ لا تجوز قراءتها وتلاوتها وروايتها بالمعنى. ഖുർആനിന്റെ ആയത്ത് അർത്ഥമൊത്തുതാൽ മതി, ലഫ്ള് മാറിയാൽ പോലും ഒരു കുഴപ്പം വരില്ല എന്ന രൂപത്തിൽ നമുക്ക് പാരായണം ചെയ്യാനോ റിപ്പോർട്ട് ചെയ്യാനോ പാടില്ല. ഖുർആനിന്റെ ആയത്തുകൾ ഒരു വള്ളി പുള്ളി വ്യത്യാസപ്പെടാതെ ആ ലഫ്ളുകളിൽ തന്നെ പാരായണം ചെയ്യപ്പെടണം, റിവായത്ത് ചെയ്യപ്പെടണം, വായിക്കപ്പെടണം. എന്നാൽ ഖുദ്സിയായ ഹദീസ് അങ്ങനെയല്ല. അവ അത് പറഞ്ഞാൽ ഫതജൂസു ഖിറാഅത്തുഹാ ബിൽ മഅന, അതിന്റെ മഅനക്ക് തകരാറ് വരാത്ത വിധത്തിൽ അത് റിവായത്ത് ചെയ്യാം, വായിക്കാം. അതുകൊണ്ടാണ് ഖുദ്സിയായ ഹദീസുകൾ റിവായത്ത് ചെയ്തയിടത്ത് പദങ്ങളിൽ ചില ചില്ലറ വ്യത്യാസങ്ങൾ വന്നുപോയത്. ഖുദ്സിയായ ഒരു ഹദീസ് തന്നെ വ്യത്യസ്തമായ സനദിൽ വ്യത്യസ്തമായ മുഹദ്ദിസുകൾ രേഖപ്പെടുത്തിയത് പരിശോധിച്ചാൽ ചെറിയ വ്യത്യാസം കാണും. അത് അലാ അസാസി അന്നഹു തജൂസു റിവായത്തുഹാ ബിൽ മഅന, മഅന കൊണ്ട് റിവായത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഖുദ്സിയായ ഹദീസിലെ ഏതാണ്ട് എല്ലാ പദങ്ങളും അല്ലാഹുവിൻ്റെതാണ്. ചിലപ്പോൾ ഒരു പദമൊക്കെ മാറിപ്പോയിട്ടുണ്ടാവും. എന്നാൽ ഖുർആൻ ആദ്യ മധ്യാന്തം നിങ്ങൾ എടുത്താൽ ഒരക്ഷരം അത് മാറിപ്പോയിട്ടില്ല, അത് മാറിപ്പോകാൻ പറ്റില്ല. അള്ളാഹ് നിനക്ക് നിലനിർത്തി പോരുന്നത്. ഇതാണ് രണ്ടാമത്തെ വ്യത്യാസം. മൂന്നാമത്തേത്, ഖുർആൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ഖുർആനിലെ എല്ലാം സൂറത്തുൽ ഫാത്തിഹ തൊട്ട് സൂറത്തുൻ നാസ് വരെയുള്ള 114 അധ്യായങ്ങളും അതിലുള്ള മുഴുവൻ വാക്യങ്ങളും സഹീഹുൻ ബിത്തവാതുർ, പ്രാമാണികമാണ്, സ്വീകാര്യയോഗ്യമാണ്, സഹീഹാണ്. അതും തന്നെ ബിത്തവാതുർ, മുതവാത്തിറായ നിലക്ക് സ്വീകാര്യമാണ്. അങ്ങനെയാണ് അത് ഉദ്ധരിക്കപ്പെട്ടത്. മുതവാത്തിർ എന്ന് പറഞ്ഞാൽ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് വ്യക്തിയെ അടിസ്ഥാനപ്പെടുത്തിയല്ല. വ്യക്തി അധിഷ്ഠിത റിവായത്തുകൾ അത് ഖബർ ആഹാദാണ്. അല്ല, മറിച്ച് തലമുറകൾ, സംഘങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള റിവായത്താണെങ്കിൽ അതിനാണ് മുതവാത്തിർ എന്ന് പറയുന്നത്. വ്യക്തിയധിഷ്ഠിതമായ റിവായത്തുകൾ അതിന്റെ ബലം അല്ലെങ്കിൽ അതിന്റെ ദൗർബല്യം പരിശോധിക്കുന്നത് അത് റിപ്പോർട്ട് ചെയ്ത് തന്നിട്ടുള്ള റാവിമാരുടെ ബലാബലം നോക്കിയിട്ടാണ്. മുതവാത്തിറിൽ അങ്ങനെ ഒരു റാവിന്റെ യോഗ്യതയും അയോഗ്യതയും നോക്കേണ്ടതില്ല. ഒരു റാവി പോട്ടെ, കാരണം ഒന്നല്ല, തലമുറയായിട്ടാണ് അത് കൈമാറിപ്പോരുന്നത്. ഒരാൾക്ക് കുഴപ്പമുണ്ടെങ്കിൽ 100,000 ആൾക്കാർ കുഴപ്പമില്ലാത്തവർ അപ്പുറത്തുണ്ടാകും.
അതാണ് ഏറ്റവും ഫലമുള്ള റിവായത്ത്. അതാണ് മുത്തവാത്തിർ. ഖുർആൻ മുഴുവനും ആദ്യന്തം മുത്തവാത്തിറായ നിലക്ക് റിപ്പോർട്ട് ചെയ്ത് സഹീഹായി പ്രാമാണികമായി സ്ഥിരപ്പെട്ടതാണ്. എന്നാൽ ഖുദ്സിയായ ഹദീസുകൾ വലൈസത് കദാലിക്, അവ അങ്ങനെയല്ല. ഖുദ്സിയായ ഹദീസിൽ ചിലപ്പോൾ മുത്തവാത്തിറായ നിലക്ക് വന്നതുണ്ടാകും, ചിലപ്പോൾ ഖബറാഹാദ് നിലക്ക് സഹീഹായി വന്നതുണ്ടാകും, ചിലപ്പോൾ ലഈഫായതുണ്ടാകും, ചിലപ്പോൾ ലഈഫ് മാത്രമല്ല മൗദൂഅ് പോലും നബിയുടെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞതായി കെട്ടി ഉണ്ടാക്കിയ മൗദൂഅ് വരെയും അതിലുണ്ടാകും. ഖുർആനിൽ അങ്ങനെയല്ല. ഖുർആൻ ഒക്കെ മുത്തവാത്തിർ, സഹീഹും ബിത്തവാത്തിർ. ഈ മൂന്ന് വ്യത്യാസമാണ് അഹാദീസ് ഖുദ്സിയ്യ യതഫറഖു മിനൽ ആയാത്തിൽ ഖുർആനിയ്യ. ഈ മൂന്ന് കാര്യങ്ങളിലൂടെയാണ് ഖുർആന്റെ വചനങ്ങളിൽ നിന്നും ഖുദ്സിയായ ഹദീസുകൾ വേർപെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ. ഈ ഹദീസുൽ ഖുദ്സി, എന്താ ഖുദ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത്തുഹുർ എന്നാണ് വാക്കിന്റെ അർത്ഥം, പരിശുദ്ധി എന്നാണ്. ഹദീസുൽ ഖുദ്സി എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ഹദീസ്. കാരണം അതിന്റെ ആശയവും അതിന്റെ ലഫ്ളും അല്ലാഹുവിങ്കൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് ഹദീസുൽ ഖുദ്സി ഐ ഹദീസുൽ ഖാദിസ് മുനസ്സഹുൻ മുഖദ്ദസ്. ആ ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് പിന്നെ ഉള്ള കാര്യങ്ങൾ ഒന്നാമതായി പറഞ്ഞു, മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹഖ്. അതിൽ വന്ന വലിയ എന്നുള്ള ആ പദം അതിലുള്ളത് കൊണ്ടാണ് അഹ്ലുൽ ഹദീസ് ഈ ഹദീസിന് ഹദീസുൽ വലിയ എന്ന് പേര് കൊടുക്കുന്നത്. ഹദീസുൽ വലി ഇതറിയപ്പെടുന്നത് ബിഹദീസുൽ വലിയ. ആ പേര് ഈ ഹദീസിൽ കിട്ടുന്നത് മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ് എന്ന ആ വചനത്തിലുള്ള വലിയൻ എന്നുള്ള വാക്കിൽ നിന്നാണ്. മൻ ഏതൊരാൾ, ആദ അയാൾ ശത്രുത കാണിക്കുന്നു, ലീ വലിയൻ എന്റെ ഒരു വലിയനോട്, എന്റെ ഒരു വലിയനോട് ഒരാൾ ശത്രുത കാണിച്ചാൽ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, അവനോട് ഞാൻ യുദ്ധം വിളംബരം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ആദന യുദ്ധിനു എന്ന് പറഞ്ഞാൽ പ്രഖ്യാപിക്കുക, അനൗൺസ് ചെയ്യുക, പ്രഖ്യാപിക്കുക. ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളോട് യുദ്ധം പ്രഖ്യാപിച്ചാൽ അവന്റെ അവസ്ഥ എന്ത്? عن سعاسته وشقاوته في الحال ولا في المآل. അവന്റെ ശോചനീയമായ അവസ്ഥ, പിന്നീട് അവൻ എവിടെ എങ്ങനെ ചെന്ന് പതിക്കുമെന്നുള്ള അവന്റെ ദുരവസ്ഥയെ സംബന്ധിച്ചിടത്തോളം നീ ചോദിക്കണ്ട. ലാ ഫിൽ ഹാലി വലാ ഫിൽ മആൽ, ദുനിയാവിലെ അവസ്ഥ ചോദിക്കണ്ട, കാരണവസ്ഥ അത്രയും ചോദിക്കണ്ട. അള്ളാഹ് ഒരുത്തനോട് യുദ്ധം പ്രഖ്യാപിച്ചാൽ എന്തായിരിക്കും അവന്റെ അവസ്ഥ? നഊദു ബില്ലാഹി മിനൽ ഫിത്ന, നഊദു ബില്ലാഹി മിനൽ ഫിത്ന. എന്റെ ഒരു വലിയനോട് ആരെങ്കിലും ശത്രുത പുലർത്തിയാൽ അവനെ ഞാൻ വെറുതെ വിടില്ല, അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അള്ളാഹുവിന്റെ കടുത്ത താക്കീതാണ്. സ്വാഭാവികമായും ഇവിടെ അള്ളാഹ് ഇത്രമേൽ ഇഷ്ടപ്പെടുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രമേൽ പിന്തുണ നൽകുകയും ചെയ്യുന്ന വലിയ ആരാണ് എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണ് അവന്റെ വലിയ എന്ന് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ വലിയ എന്ന് പറഞ്ഞാൽ, ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അൽ മുത്തഖൂൻ, മുത്തഖീങ്ങൾ മാത്രമാണ്.
മുത്തഖീങ്ങളായ ആളുകൾക്കാണ് ഔലിയാക്കൾ, ഔലിയാഉല്ലാഹ് എന്ന് പറയാം. മറ്റൊരിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അലാ, അറിയൂ ജനങ്ങളെ, ഇന്ന ഔലിയാ അല്ലാഹ്, അല്ലാഹുവിന്റെ ഔലിയാക്കൾ ലാ ഖൗഫുൻ അലൈഹിം, അവർ ഒരു നിലക്കും ഭയപ്പെടേണ്ടി വരില്ല, വലാ ഹും യഹ്സനൂൻ, അവർക്ക് ഖേദിക്കേണ്ടി വരികയുമില്ല. ആരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ? അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ അചഞ്ചലമായി വിശ്വസിക്കുകയും അല്ലാഹുവിനോട് തഖ്വ പുലർത്തിക്കൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നവർ, അവരാകുന്നു ഔലിയാക്കൾ. الذين آمنوا وكانوا يتقون إن أولياؤه إلا المتقون. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് തുടങ്ങുന്നത് അള്ളാഹുവിനുള്ള ഈമാനോട് കൂടിയാണ്. യുഅ്മിനു ബിവുജൂദില്ലാഹ് വബിറുബൂബിയ്യതിഹി വബിഉലൂഹിയ്യതിഹി വബിഅസ്മാഇഹിൽ ഹുസ്നാ വസിഫാതിഹിൽ ഉലാ, അള്ളാഹുവിനുള്ള ഉറച്ച വിശ്വാസം. എന്നിട്ടോ അതാണ് അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്, അള്ളാഹുവിന്റെ ഏകത്വം എല്ലാ തലങ്ങളിലും സർവാത്മന അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്നു എന്നതിന് പുറമെ വൽ ഇൻഖിയാദു ലഹു ബിത്ത്വാഅ, അവൻ പറഞ്ഞിട്ടുള്ള എല്ലാ കൽപ്പനാവിലക്കുകളും അവന്റെ അഹ്കാമുകളും അതനുസരിച്ച് അതിന് കീഴ്പ്പെട്ട് ജീവിക്കാം. അതാണ് തഖ്വ. വൽ ബറാഅതു മിനശ് ശിർക്കി വഅഹ്ലിഹി, ശിർക്കിൽ നിന്നും ശിർക്കിന്റെ ആളുകളിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ ഈമാനിന്റെ പുറമെ തഖ്വ, എന്താ തഖ്വ? അൻ തഅമല ബിത്വാഅത്തില്ലാഹ് അലാ നൂരിൻ മിനല്ലാഹ് തർജു സവാബല്ലാഹ് വതത്റുക മഅസിയത്തല്ലാഹ് അലാ നൂരിൻ മിനല്ലാഹ് തഖ്ശഅ ഇഖാബല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പറഞ്ഞ കാര്യങ്ങൾ അതിന് വഴിപ്പെടണം, അതിന് കീഴ്പ്പെടണം, അതനുസരിക്കണം. അവൻ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിൽ വരുത്തുമ്പോൾ നമുക്ക് തോന്നിയ രൂപത്തിലല്ല, എങ്ങനെ നടപ്പിൽ വരുത്തണം. അലാ നൂരിൻ മിനല്ലാഹ്, അത് അള്ളാഹു അമ്പിയാക്കന്മാരെ വിട്ട് അവരുടെ ചര്യയിലൂടെ നമുക്ക് കാണിച്ചു തന്നതാണ്. അവർ കാണിച്ചു തന്ന അതേ രൂപത്തിൽ അത് ചെയ്യാം. അത് ചെയ്യുമ്പോൾ അള്ളാഹ്ക്ക് കീഴ്വണക്കമായി പോകുന്ന, അവനെ അനുസരിക്കുന്ന വിഷയങ്ങളാകുന്ന വിഷയങ്ങൾ അള്ളാന്റെ അമ്പിയാക്കന്മാർ പഠിപ്പിച്ചു തന്ന രൂപത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ അതിനുള്ള ചേതോവികാരം, മനസ്സിലതിനുള്ള ഉദ്ദേശം, ലക്ഷ്യം എന്താണ്? തർജു സവാബല്ലാഹ്, അള്ളാഹുവിന്റെ സവാബ്, വേറൊന്നുമല്ല. മറ്റുള്ളവൻ കാണുന്നു, അവൻ അംഗീകരിക്കുന്നു, അവൻ പുകഴ്ത്തുന്നു, വേറുള്ളവൻ പ്രശംസിക്കുന്നു, ഇതൊന്നുമല്ല കാര്യം. لا رياء ولا بطرا ولا أشرا ولا سمعة ولا ذكرا ولا طلبا للدنيا. ഇതൊന്നുമല്ല. റിയാ ഇല്ല, സുംഅത്ത് ഇല്ല, ദിക്ർ ഇല്ല, അശറായിട്ടല്ല, ബത്തറായിട്ടല്ല, മറിച്ച് എന്താണ് അവനത് ചെയ്യുന്നത്? ലിവജ്ഹില്ലാഹ് വൽ ഫൗസി ബിൻ നഈമിൽ മുഖീം, അല്ലാഹുവിന്റെ വജ്ഹ് കാണണം. അല്ലാഹുവിന്റെ വജ്ഹ് കാണണമെങ്കിൽ ആദ്യം സ്വർഗ്ഗത്തിൽ കാണണം. അള്ളാന്റെ സ്വർഗത്തിൽ കയറുകയും എന്നിട്ട് അള്ളാന്റെ വജ്ഹ് കാണാനുള്ള ആ മഹത്തായ ഭാഗ്യം ലഭിക്കുകയും ചെയ്യണം. ഈ ലക്ഷ്യത്തിനു വേണ്ടി മാത്രമായിരിക്കും. അതേപോലെ വബിമുഖാബിലിഹി അൻ തത്റുക മഅസിയത്തല്ലാഹ്, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഒരു കാര്യം നീ ചെയ്യാതിരിക്കണം. ധിക്കാരമായി പോകുന്ന എല്ലാ കാര്യങ്ങളും ഉപേക്ഷിക്കണം. അതെങ്ങനെയെങ്കിലും അങ്ങോട്ട് വർദ്ധിച്ച് തള്ളിക്കഴിഞ്ഞാൽ പോരാ. ഒരു കാര്യം ചെയ്യുന്നതിന് ഇസ്ലാമിന് അള്ള നിയോഗിച്ച അമ്പിയാക്കന്മാർ കാണിച്ചു തന്ന രീതിന്റെ അങ്ങനെയാകണം. ഒരു കാര്യം വർദ്ധിക്കുകയാണെങ്കിലും നമുക്ക് തോന്നിയ രൂപത്തിൽ വർദ്ധിച്ചാൽ പോരാ, അതിനും നബിമാര് കാണിച്ചു തന്നിട്ടുള്ള രീതിയുണ്ട്. അവരുടെ മാർഗം അനുസരിച്ചുകൊണ്ട് അലാ നൂരിൻ മിനല്ലാഹ്, അതെന്തിനു വേണ്ടി? അള്ളാന്റെ ശിക്ഷ ഭയപ്പെട്ടു. ഇങ്ങനെ അള്ളാഹുവിൽ അടിയുറച്ചു വിശ്വസിക്കുന്ന, അവർ തഖ്വ പുലർത്തി ജീവിക്കുന്ന, ഫാഅത്ത് അള്ളാഹുവിന്റെ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് അമ്പിയാക്കന്മാര് പഠിപ്പിച്ചു തന്ന രൂപത്തിൽ ഫാഅത്ത് ചെയ്തു, അള്ളാഹിന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് അമ്പിയാക്കന്മാര് കാണിച്ചു തന്ന രൂപത്തിൽ മാസിയത്തുകളിൽ നിന്ന് മാറി നിന്നുകൊണ്ടും ജീവിതത്തെ ചിട്ടപ്പെടുത്തി ക്രമപ്പെടുത്തി ജീവിക്കുന്ന മുഅ്മിനീങ്ങളായ ആളുകൾ, അവർക്കാകുന്നു ഔലിയാക്കൾ എന്ന് പറയാം.
നിർവചനത്തിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടി അതിനെ അങ്ങനെയാണെങ്കിൽ ആരാണ് ഏറ്റവും വലിയ വലിയ വഖൈറുൻ നബിയ്യി നബിയുനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി. ഇസ്രാഇന്റെ ആ മഹത്തായ സന്ദർഭത്തിൽ മുഴുവൻ അമ്പിയാക്കന്മാരെയും അണിനിരത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നിൽ നിന്നു അവർക്ക് ഇമാമായി നമസ്കരിച്ചു. അമ്പിയാക്കന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി. ഖിയാമത്ത് നാളിൽ തന്റെ അവസ്ഥ റസൂലുള്ള പറഞ്ഞു, അന സയ്യിദു ഉൽദി ആദമ വലാ ഫഖർ വബിയദി ലിവാഉൽ ഹംദി വലാ ഫഖർ. ആദം സന്തതികളിൽ ഏറ്റവും സയ്യിദായിട്ടുള്ളവൻ ഞാനാണ്. സയ്യിദു ഉൽദി ആദം. അത് ഞാൻ ഫഖർ പറയല്ല, ഇത് ഞാൻ പറയുന്നത് ഈ ഉമ്മത്തിന് ജനങ്ങളിൽ നിന്ന് എനിക്ക് അള്ളാഹ് വിധിച്ചത് നിങ്ങളെയാണ്, നിങ്ങൾക്ക് അമ്പിയാക്കന്മാരിൽ നിന്ന് അള്ളാഹ് വിധിച്ചത് എന്നെയാണ്. അപ്പൊ നിങ്ങൾ ഈ സമൂഹമേ നിങ്ങൾക്ക് അള്ളാഹ് വിധിച്ചത് നബിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല നബിയെയാണ്. ഫഹാദിഹി നിഅമത്തുൻ കുബ്റ തുഷ്കർ. അള്ളാഹ് ചെയ്ത ഏറ്റവും വലിയ നിഅമത്താണ്, അത് നിങ്ങൾ ശുക്ർ കാണിക്കണം. ആ ശുക്ർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് റസൂലുള്ളാഹി അത് പറഞ്ഞു തരുന്നത്, അല്ലാതെ ഫഖർ പറഞ്ഞതല്ല. വബിയദി ലിവാഉൽ ഹംദി വലാ لتشكر هذه الأمة على هذه النعمة العظيمة. അതിനു വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നബിമാരിൽ സർവശ്രേഷ്ഠനായ മുഹമ്മദ് നബി ആയിരിക്കും വലിയകളുടെ തലപ്പത്തിലാണ് ഒന്നാമത്തെ. വഖൈറു സ്വഹ്ബി സ്വഹ്ബു. ഏതൊരു നബിയെ അല്ലാഹു സുബ്ഹാനഹു വതആല ഭൂലോകത്തേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടോ ഇല്ലാ കാന ലഹു ഹവാരിയൂൻ وأصحاب يأخذون بسنته ويقتدون بهديه. നബിമാർക്കെല്ലാം إلا كان له من أمته حواريون. തന്റെ ഉമ്മത്തിൽ നിന്ന് സന്തത സഹചാരികളായ കുറച്ച് അനുയായികളെ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ആ റസൂൽ കൊണ്ടുവന്ന ആ നബി കൊണ്ടുവന്നിട്ടുള്ള സുന്നത്തുകൾ പിന്തുടരുന്നവരാണ്. അവിടുത്തെ സന്മാർഗചര്യകൾ പാലിക്കുന്നവരായ കുറച്ച് ഹവാരികളെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഹവാരികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ ഹവാരികൾ അസ്ഹാബുകൾ ആരാണ്? വഖൈറു സ്വഹ്ബി സ്വഹ്ബു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹ്ബാണ്. ആരെ പറഞ്ഞത്? കുൻതും ഖൈറ ഉഖ്രിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. ഈ ആയത്തിൽ അതാ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുൻ നാസി ഖർനി ഖൈറുൻ നാസി അലൽ ഇത്ലാഖ്. മൊത്തം ജനസമൂഹങ്ങളിൽ ഏറ്റവും നല്ല സമൂഹം എൻ്റെ കൂടെ ജീവിക്കുന്ന ഈ സ്വഹബാണ്, സ്വഹാബികളാണ്. അതുകൊണ്ട് ഔലിയാക്കളുടെ തലപ്പത്ത് ഒന്നാമത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ അവിടുത്തെ സ്വഹാബിമാർ. അവിടുത്തെ സ്വഹാബിമാരിൽ ഏറ്റവും പ്രധാനി ആരാണ്? അബൂബക്കർ الصديق رضي الله عنه وارضاه. خير هذه الأمة بعد نبيها أبو بكر، وهذا عقيدة أهل السنة والجماعة. ثم عمر، ثم عثمان، ثم علي، ثم بقية العشرة. പിന്നെ അശറത്തുൽ മുബശ്ശരീങ്ങളിൽ ബാക്കി വരുന്ന 6 ആളുകൾ ഖുലഫാക്കൾ കഴിഞ്ഞാൽ, പിന്നെ അതിന് ശേഷം ബദറിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ, പിന്നെ അതിനുശേഷം ബൈഅത്ത് റിദ്വാനിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ. അല തഫ്സീൽ അല്ലദീ ദുക്ർ ഫി ദവാമി അഹ്ലി സുന്ന. അതിന്റെ ക്രമം അത് പറയപ്പെട്ടതാണ്. അഹ്ലി സുന്നന്റെ അഖീദയിലൊക്കെ അത് വിശദീകരിക്കപ്പെട്ടു പോയിട്ടുള്ള കാര്യമാണ്. അവരാണ് ഔലിയാക്കളിൽ പിന്നെ വരുന്നത്. അവർ കഴിഞ്ഞാലോ വല്ലദീന തബഊഹും ബിഇഹ്സാൻ, പൂർണ്ണ രൂപത്തിൽ അവരെ പിന്തുടർന്നിട്ടുള്ള ആളുകൾ ആരാണോ അവരാണ് പിന്നെ ഔലിയാക്കന്മാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സ്വഹാബത്തും ഏതൊരു രൂപത്തിൽ ജീവിച്ചുവോ അതേ ദീൻ, അതേ അഖീദ, അതേ മൻഹജ്, അതേ രൂപത്തിൽ പിന്തുടർന്നിട്ടുള്ള ആളുകൾ വല്ലദീന തബഊഹും ബിഇഹ്സാൻ.
അതോടുകൂടി അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ വിശാലമായ വൃത്തത്തിൽ ഗണത്തിൽ അഹ്ലുസുന്ന മുഴുവനും പ്രവേശിച്ചു. അഹ്ലുസുന്നത്തി വൽ ജമാഅ. അവരുടെ കൂട്ടത്തിൽ ചിലപ്പോൾ ചില വീഴ്ചയുള്ള ആളുകളൊക്കെ ഉണ്ടാകാം. ആ വീഴ്ചകളെ സംബന്ധിച്ചിടത്തോളം പറയപ്പെട്ടിട്ടുള്ളത് എന്താണ്? കുല്ലു ബനി ആദമ ഖത്വ വഖൈറുൽ ഖത്വാഈന തവ്വാബൂൻ. ആദമിന്റെ മക്കൾ എല്ലാവരും തെറ്റ് ചെയ്തു പോകുന്നവരാണ്. പക്ഷെ ആ തെറ്റ് ചെയ്യുക എന്നതല്ല, ആ തെറ്റിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങുക എന്നുള്ളതാണ് പ്രസക്തമായിട്ടുള്ളത്. അങ്ങനെ ഒരാൾ പശ്ചാത്തപിച്ച് മടങ്ങുന്നുവെങ്കിൽ അവനെ സംബന്ധിച്ച് നമുക്ക് കുറ്റം പറയാനില്ല. അത്തായിബു മിനൽ ദംബി കമൻ ലാ ദംബ ലഹു. അത്തായിബു മിനൽ ദംബ് കമൻ ലാ ദംബ ലഹു. തെറ്റിൽ നിന്ന് ഒരാൾ പശ്ചാത്തപിച്ച് കഴിഞ്ഞാൽ തെറ്റ് ചെയ്യാത്തവന്റെ അതേ സ്ഥാനത്തായി അയാൾ. ഇവിടെയുള്ള മനുഷ്യന്മാരാരും ഒരു തെറ്റും ചെയ്യാത്തവരായിട്ട് ജീവിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് തെറ്റുകൾ, മാനുഷികമാണ് തെറ്റുകൾ, ആ സ്വഭാവം പുലർത്തുന്ന മനുഷ്യരെ കൊണ്ടുവരും. എന്നിട്ട് യസ്തഗ്ഫിറൂനല്ലാഹ്, അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്ന, തൗബ ചെയ്യുന്ന ആൾക്കാരെ അള്ളാഹ് പകരം കൊണ്ടുവരും. അള്ളാഹ് നമ്മളിൽ നിന്ന്, മനുഷ്യരിൽ നിന്ന്, മനുഷ്യ വംശത്തിൽ നിന്ന് അള്ളാഹ് ഉദ്ദേശിക്കുന്നത് അതാണ്. ഒരു തെറ്റും ചെയ്യാത്ത ഒരു വർഗമാണെങ്കിൽ അത് അള്ളാഹ് വേറുണ്ടാക്കിയിട്ടുണ്ട്. വഹും മലായികത്തുർ റഹ്മാൻ. മറിച്ച് മനുഷ്യരിൽ നിന്ന് അള്ളാഹ് ഉദ്ദേശിക്കുന്നത് തെറ്റുണ്ടാവാം, മാനുഷികമായ തെറ്റിന്. ആ തെറ്റ് വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ് വസ്തഗ്ഫറൂ ലിദുനൂബിഹിം. അവര് ഒരു നീചമായ പ്രവൃത്തി അവരിൽ നിന്ന് സന്ദർഭവശാൽ വന്നു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരോട് തന്നെയുള്ള ഉൽമ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹുവിനെ പെട്ടെന്ന് ഓർമ്മ വരും. അവരുടെ സംഭവിച്ചു പോയ തെറ്റുകൾക്ക് ഇസ്തിഗ്ഫാർ നടത്തും. അവർ ചെയ്തു പോയ തെറ്റിൽ വലൻ യുസിറു അലാ മാ ഫഅലു, അവർ ചെയ്തു പോയ തെറ്റിൽ അവർ മൂടുറച്ചു നിൽക്കില്ല. മറിച്ച് വളരെ ഖേദിക്കുന്ന, അനുദപിക്കുന്ന മനസ്സോടുകൂടി അതിൽ നിന്ന് തിരിച്ചു പോയി. ഇതാണ് അവരെ. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇമാമുസ് സുന്ന അൽ മുബജ്ജൽ അബു അബ്ദുല്ലാ അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി റഹ്മത്തുള്ളാഹി അലൈഹി വറദിയ അൻഹു അദ്ദേഹം പറഞ്ഞത്, ഫുസ്സാഖു അഹ്ലി സുന്ന ഔലിയാഉല്ലാഹ്. അഹ്ലുസുന്നയിൽ പെട്ടിട്ടുള്ള ഫിസ്ഖ് സംഭവിച്ചു പോയ ആളുകൾ അവർ ഔലിയാക്കളുടെ ഗണത്തിൽ നിന്ന് പുറത്തല്ല, ഔലിയാക്കൾ തന്നെയാണ്. എന്നാൽ അള്ളാഹുവിന്റെ ദീൻ ദുഷിപ്പിക്കുന്നതിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകൾ, അവരുടെ മൻഹജുഹു അൽ അഖൽ, ബുദ്ധിയാണ്. അവരുടെ രീതി റസൂലുള്ളാഹിന്റെയും സഹാബത്തിന്റെയും രീതിയല്ല. അവരുടെ രീതി അവരുടെ ബുദ്ധിക്ക് യോജിച്ചതാണെങ്കിൽ അവരവരുടെ ഹവകൾ, ശുബ്ഹാത്തുകൾ, ഹവകൾ ദീനിലേക്ക് കടത്തിക്കൂട്ടുന്നവരാണ്. ഹവയുടെയും ബിദ്അത്തിന്റെയും ആളുകൾ. എന്നാൽ അവരെത്ര സന്യാസം ധരിച്ചാലും, എത്ര പരിത്യാഗമനുഷ്ഠിച്ചാലും, സുഹാദു അഹ്ലിൽ ബിദ്അത്ത്, ബിദ്അത്തിന്റെ ആളുകൾ എത്രമാത്രം സന്യാസികളായി പരിത്യാഗം അനുഷ്ഠിച്ചാലും അവര് അള്ളാഹുവിന്റെ ശത്രുക്കളുടെ ഗണത്തിലാണ് അവർ. ഈ ആളുകളെ കുറിച്ച് അഹ്ലുസുന്ന പറയും മുഅ്മിനുൻ. അഹ്ലുസുന്നയിൽ പെട്ടിട്ടുള്ള ഫുസാഖുകളുടെ കാര്യത്തിൽ അവർ പറയും മുഅ്മിനുൻ ബി ഈമാനിഹി വഫാസിഖുൻ ബികബീറ. അവൻ മുഅ്മിനാണ്, അവന്റെ ഈമാൻ അവനിലുണ്ട്, അതുകൊണ്ട് അവൻ മുഅ്മിനാണ്. അവനല്ല എന്ന് പറഞ്ഞ് അവനെ തല്ലാൻ നമുക്ക് പറ്റില്ല. ഫാസിഖുൻ ബികബീറത്തി, അവൻ ചെയ്തത് കബീറത്താണെങ്കിൽ, എല്ലാ തെറ്റും കബീറത്തല്ല. ഏതാണ് കബീറത്ത് എന്നത് പ്രത്യേകം നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന് കബീറത്താണ് എന്ന് പറഞ്ഞത്, കബായിറിൽ പെട്ടതാണ് എന്ന് പറഞ്ഞത്. രണ്ട്, ദുനിയാവിൽ ഒരു ശിക്ഷ അതിന് പറഞ്ഞിട്ടുള്ള തെറ്റാണെങ്കിൽ, ഉദാഹരണമായിട്ട് മദ്യപിക്കുക, അതിന് ദുനിയാവിൽ ശിക്ഷ വന്നിട്ടുണ്ട്. വ്യഭിചരിക്കുക, അതിന് ഹജ്ജ് വന്നിട്ടുണ്ട്. ഇങ്ങനെ ദുനിയാവിൽ ഹജ്ജ് പറയപ്പെട്ട തെറ്റാണെങ്കിൽ. മറ്റൊന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ലഅനത്ത് ആ തെറ്റിന്മേലുണ്ട് എന്ന് അറിയിക്കപ്പെട്ടതാണെങ്കിൽ,
മറ്റൊന്ന് അത് ചെയ്താൽ അള്ളാഹുവിന്റെ കടുത്ത ശിക്ഷയുണ്ടായിരിക്കും എന്നുള്ള കാര്യം താക്കീത് ചെയ്യപ്പെട്ടതാണെങ്കിൽ ഇങ്ങനെ കബായിറുകൾ അതിന്റെ ലക്ഷണം കൊണ്ടും ഔസാഫുകൾ കൊണ്ടും നിർവചനങ്ങൾ കൊണ്ടും ശറഇൽ അറിയപ്പെട്ടിട്ടുള്ളതാണ്. അങ്ങനെയുള്ള കബായിർ ചെയ്ത ഒരാളാണെങ്കിൽ അയാളെ കുറിച്ച് പറയും മുഅ്മിനുൻ ബിഈമാനിഹി ഫാസിഖുൻ ബികബീറത്തി, അയാളാണ് ഫാസിഖ്. അല്ലാതെ ചെറിയ തെറ്റുകൾ ലമമുകൾ സംഭവിച്ചാൽ അയാളെ ഫാസിഖ് എന്ന് പറയില്ല. അങ്ങനെ പറഞ്ഞാൽ പോലും, അങ്ങനെ ഒരു ഫിസ്ക് സംഭവിച്ചാൽ പോലും ദീനിന്റെ മറ്റു കാര്യത്തിലൊന്നും അയാൾ മായം ചേർക്കാത്ത നിലക്ക് അയാൾ ഔലിയ അള്ളാന്റെ ഗണത്തിൽ തന്നെയാണ്. മറിച്ച് ദീനിന് മായം ചേർക്കുന്ന ആളുകൾ അവരെത്ര പരിത്യാഗം അനുഷ്ഠിച്ചാലും അള്ളാഹുവിന്റെ ശത്രുക്കളുടെ ഗണത്തിലെ അവർ പെടും. പക്ഷെ വ്യത്യാസത്തോടു കൂടി തന്നെ കാണാം. മുഅ്മിനുൻ ബിഈമാനിഹി വഫാസിഖുൻ ബികബീറത്തി, അല്ലെങ്കിൽ നമ്മൾ പറയും മുഅ്മിനുൻ നാഖിസുൽ ഈമാൻ, അവൻ മുഅ്മിനാണ് പക്ഷേ ഈമാനിന് ലോപം സംഭവിച്ചിട്ടുണ്ട്. അവൻ ചെയ്തു പോയ മഅസിയത്തുകളുടെ കബായിറുകൾ കാരണത്താൽ അവന് ലോപം സംഭവിച്ചിട്ടുണ്ട് ഈമാനിന് എന്നേ പറയും. അപ്പൊ ഇതിൽ നിന്നും ആരാണ് ഔലിയാക്കൾ എന്ന കാര്യം നിങ്ങൾക്ക് കിട്ടും. നബിയുനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ മറ്റമ്പിയാക്കന്മാർ. ജനങ്ങളുടെ കൂട്ടത്തിൽ ഔലിയാക്കന്മാരുടെ തലപ്പത്തുള്ളത് സ്വഹ്ബു നബിയിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റളിയല്ലാഹു അൻഹു അജ്മഈൻ, റസൂലുള്ളാഹിന്റെ സഹാബി. അവരെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഹ്ലുസുന്ന ആമ്മ, അഹ്ലുസുന്ന മാന അലൈഹി വസ്സഹാബി എന്ന് പറഞ്ഞ ആ മാർഗത്തിൽ ജീവിക്കുന്ന ആളുകൾ അവർ അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്. ആ ഔലിയാക്കളോട് ആരെങ്കിലും ശത്രുത പുലർത്തിയാൽ അള്ളാഹു അവരെ വെറുതെ വിടാൻ പോകുന്നില്ല. അത് റാഫിദിയാണെങ്കിലും ഖാരിജിയാണെങ്കിലും നാസിബിയാണെങ്കിലും അല്ലാത്തവനാണെങ്കിലും കുല്ലുഹും ദാഖിലൂന തഹ്ത വഈദില്ലാഹ്. അള്ളാഹുവിന്റെ ഈ ശിക്ഷയുടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഈ താക്കീതിന്റെ കീഴിലാണ് അവർ എന്ന കാര്യം അവരറിഞ്ഞുകൊള്ളുന്നുണ്ട്. അള്ളാഹു ഒരുത്തനോട് യുദ്ധം പ്രഖ്യാപിച്ചാൽ അവരെ കുറിച്ച് നിൽക്കാൻ പറ്റും. ഇല്ല അൻ യതൂബ ഇലല്ലാഹ് ബിതൗബത്തിൻ നസൂഹ. അള്ളാഹുവിന്റെ ഔലിയാക്കളെ സ്നേഹിക്കുകയും അവരെക്കുറിച്ച് നല്ലത് കരുതുകയും അവരെക്കുറിച്ച് നല്ലത് മാത്രം പറയുകയും അവരെക്കുറിച്ച് ഇകഴ്ത്താതിരിക്കുകയും ചെയ്ത് തൗബ ചെയ്താലല്ലാതെ അത്തരക്കാർക്ക് രക്ഷയില്ല. ആരാണ് അള്ളാന്റെ ഔലിയാക്കന്മാരുടെ ശത്രുക്കൾ? ഉദാഹരണത്തിന് വേണ്ടി പറയാം. ഒന്ന് അർ-റവാഫിദ്. ഫഖദ് അജ്മഅ അഹ്ലു സുന്നത്തി അലാ തക്ഫീരിഹിം. റാഫിദുകൾ അബൂബക്കറിനെ പറ്റില്ല, ഉമറിനെ പറ്റില്ല, റളിയല്ലാഹു അൻഹുമാ വഅർളാഹു. ആയിഷ റളിയല്ലാഹു തആല അൻഹയെ പറ്റില്ല, മറ്റു സഹാബികൾ ആരെയും പറ്റില്ല. അവർ പറയുന്ന കുറഞ്ഞ അഹ്ലു ബൈത്തിൽപ്പെട്ട കുറഞ്ഞ ആളുകളെ മാത്രം, ബാക്കിയുള്ള സഹാബത്തിനെ മുഴുവനും കാഫിറാക്കുന്ന, അവരോട് ഈ ശത്രുത വെച്ച് പുലർത്തുന്ന, അവരോട് യുദ്ധം നടത്തുന്ന, അവരെ ഇകഴ്ത്തി പറയുന്ന റാഫിദുകൾ അവരുടെ തലപ്പത്താണ്. അവിടുന്ന് ഇങ്ങോട്ട് പോന്നാൽ മാ അന അലൈഹി വഅസ്ഹാബി എന്നുള്ള മൻഹജ് അംഗീകരിച്ച് ജീവിക്കുന്ന ഒരു അഹ്ലുസുന്നയിൽപ്പെട്ട ഒരാൾ അയാളോട് ശത്രുത പുലർത്തുന്നത് വരെ ദാഖിലുൻ തഹ്ത വഈദില്ലാഹ്. അങ്ങനെ ശത്രുത വെച്ച് പുലർത്തിയാൽ വഹുവ ദാഖിലുൻ ഫീ വഈദില്ലാഹ്, അല്ലാഹുവിന്റെ ഈ താക്കീദിന്റെ കീഴിലാണ്. അല്ലാഹുവിനോട് യുദ്ധമാണ് പ്രഖ്യാപിച്ചത്. അവന് രക്ഷ എന്ന് പറഞ്ഞാൽ ഇല്ല ബിത്തൗബത്തിൻ നസൂഹ. തൗബ ചെയ്യാന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഔലിയാക്കളെ അവൻ സ്നേഹിക്കാൻ പഠിക്കണം. അവരെ കുറിച്ച് നല്ലത് മാത്രം പറയണം, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം, അവരെ കുറിച്ച് ഇകഴ്ത്തരുത്. അവരെ കുറിച്ച് എന്തെങ്കിലും വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന്, ആ മൗലമത്തിൽ നിന്ന് അയാൾ മോചിതനാകണം. അല്ലാതെ ഈ തൗബ കണ്ടല്ലാതെ അയാൾ രക്ഷപ്പെടാൻ പോകും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുദ്സിയായ ഹദീസിൽ തുടർന്ന് നമ്മെ പഠിപ്പിക്കുന്നത് ഒരു വലിയുള്ള പ്രത്യേകത എന്താണ്? അയാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹബ്ബത്തും അള്ളാഹിന്റെ പ്രത്യേകമായ സ്നേഹവും പിന്തുണയും അഥവാ സഹായവും കിട്ടുന്ന ആളാണ്. അതാണ് വലിയന്റെ പ്രത്യേകത. വലായത്തിന്റെ മഅന അതാണ്.
ഒരാൾ അള്ളാഹുവിന്റെ വലിയാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു അയാളെ പ്രത്യേകമായി സ്നേഹിക്കുന്നു, അള്ളാഹു അയാൾക്ക് പ്രത്യേകമായ സഹായവും പിന്തുണയും നൽകുന്നു. മഹബ്ബത്തുല്ലാഹി വനുസ്റതു, ഇതാണ് വലായത്തിന്റെ അർത്ഥം. വലായത്തിന്റെ അർത്ഥം ഇതാണ്, മഹബ്ബത്തുല്ലാഹി വനുസ്റതു. അപ്പോ ഒരാൾക്ക് അള്ളാന്റെ ഈ വലായത്ത് കിട്ടണമെങ്കിൽ, അള്ളാന്റെ പ്രത്യേകമായ സ്നേഹവും അള്ളാന്റെ സഹായവും പിന്തുണയും കിട്ടണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഒരു വലിയായി തീരാൻ എന്തു ചെയ്യണം? വലിയാകുമ്പോ ഇത് കിട്ടും. വലിയാകാൻ എന്ത് ചെയ്യണം? അള്ളാന്റെ സമീപസ്ഥനാകണം. അള്ളാഹിനോട് അടുപ്പുള്ള ആളെയാണ് അള്ളാഹ് സ്നേഹിക്കുക. അള്ളാഹുവിന്റെ സമീപസ്ഥനാകണമെങ്കിൽ, വലിയാകണമെങ്കിൽ, അത് മുഖേന സ്നേഹവും അവന്റെ സഹായവും നമ്മൾ നേടിയെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? وَمَا تَقَرَّبَ إِلَيَّ عَبْدِي بِشَيْءٍ أَحَبَّ إِلَيَّ مِمَّا افْتَرَضْتُهُ عَلَيْهِ. وَمَا تَقَرَّبَ إِلَيَّ عَبْدِي بِشَيْءٍ أَحَبَّ إِلَيَّ مِمَّا افْتَرَضْتُهُ عَلَيْهِ. എന്റെ ഒരു അടിയാൻ എന്റെ സാമീപ്യം കിട്ടുന്നതിനു വേണ്ടി എനിക്കിഷ്ടമുള്ള ഒരു പ്രവൃത്തിയും അവൻ ചെയ്യുന്നില്ല. ഏതിനേക്കാൾ ഇഷ്ടമുള്ള മിമ്മഫ്തറൗതുഹു അലൈഹി, ഞാൻ അവന്റെ മേൽ നിർബന്ധമാക്കിയ കാര്യങ്ങളെക്കാൾ. അള്ളാന്റെ സാമീപ്യം കിട്ടാൻ, അവന്റെ മഹബത്ത് കിട്ടാൻ, അവന്റെ നുസ്റത്ത് കിട്ടാൻ ഒരു വലിയ ചെയ്യേണ്ട ആദ്യത്തെ പ്രവൃത്തി, അള്ളാഹ് ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രവൃത്തി ഏതാണ്? അള്ളാഹ് ഫർളാക്കിയ കാര്യം ഒന്നുമേ വീഴ്ച വരാതെ പൂർണ്ണ രൂപത്തിലാണ് ചെയ്യുക. അള്ളാഹ് ഫർളാക്കിയ കാര്യങ്ങളെക്കാൾ അവന് ഇഷ്ടമുള്ള മറ്റൊരു കാര്യം വേറെ ഇല്ല. അപ്പൊ ഒരാൾ വലിയാകണമെങ്കിൽ, അള്ളാന്റെ മഹബത്തും അള്ളാന്റെ നുസ്റത്തും നേടിയെടുക്കണമെങ്കിൽ അയാൾ ആദ്യം ചെയ്യേണ്ടത് അള്ളാഹ് ഫർളാക്കിയിട്ടുള്ള കാര്യം വീഴ്ച വരുത്താതെ നിർവഹിക്കണം എന്നുള്ളതാണ്. ഹിഫ്ളുൽ ഫറാഇം. ഏതാണ് അള്ളാഹ് ഫർളാക്കിയിട്ടുള്ള കാര്യങ്ങൾ? ഒന്നാമത്തെ കാര്യം തൗഹീദുല്ലാഹി അസ്സ വജൽ വഇഖ്ലാസുദ്ദീനി കുല്ലിഹി ലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഏകത്വം അംഗീകരിക്കുക, മുവഹ്ഹിദായി ജീവിക്കുക, ദീൻ മുഴുവനും അവന് മാത്രമായി, അവന്റെ പ്രീതിക്ക്, അവന്റെ മുഖം കാണുന്നതിന്, അവന്റെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി മാത്രമായി ദീൻ എന്ന നിലക്ക് ചെയ്യുന്നത് മുഴുവനും ഈ ഒരൊറ്റ ലക്ഷ്യത്തിനു വേണ്ടി ചെയ്യുക. ഇതാണ് അള്ളാഹ് ഫർളാക്കിയിട്ടുള്ള കാര്യം. ഇതിനു വേണ്ടിയാണ് അള്ളാഹ് നമ്മെ സൃഷ്ടിച്ചത്. ഇതിനു വേണ്ടിയാണ് ഈ ഭൂമുഖത്തേക്ക് അള്ളാഹ് നമ്മെ താമസിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടത്. ഇതിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് സ്ഥിരപ്പെടുത്താൻ, സാക്ഷാത്കരിക്കാൻ വേണ്ടിയാണ് അമ്പിയാക്കളെ, മുർസലീങ്ങളെ നിയോഗിച്ചത്. അതിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഗ്രന്ഥങ്ങൾ ഇറക്കിയത്. ഇത് സ്ഥാപിക്കുന്ന മാർഗത്തിലാണ് രക്തങ്ങൾ ചൊരിയാൻ അല്ലാഹു അനുവാദം നൽകിയത്. അതിന്റെ പേരിലാണ് സ്ത്രീകളെയും കുട്ടികളെയും ബന്ദികളാക്കി പിടിക്കാൻ, സ്വത്തുകൾ പിടിച്ചു വെക്കാൻ അല്ലാഹു അനുവദിച്ചിട്ടുള്ളത്. ഇതിനു വേണ്ടിയാണ് മാനവ ചരിത്രത്തിൽ സത്യവും അസത്യവും തമ്മിലുള്ള സംഘട്ടനങ്ങൾ നടന്നത്. അല്ലാഹുവിന്റെ തൗഹീദ് തഹ്ഖീഖ് ചെയ്യാൻ. തൗഹീദുല്ലാഹി അസ്സ വജൽ വഇഖ്ലാസുദ്ദീനി കുല്ലിഹി ലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാ പറയുന്നത്, താങ്കൾക്ക് വഹി നൽകിയിട്ടുള്ള കാര്യമാണ്. വഇലൽ ലദീന മിൻ ഖബ്ലിക, താങ്കൾക്ക് മുമ്പ് ഭൂലോകവാസികളിലേക്ക് നാം നിയോഗിച്ചയച്ചിട്ടുള്ള മുഴുവൻ അമ്പിയാക്കൾക്കും മുർസലീങ്ങൾക്കും വഹി നൽകിയിട്ടുള്ള കാര്യമാണ്. ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക, നീ പങ്കുചേർത്താൽ, അല്ലാഹുവിൽ പങ്കുചേർത്താൽ, തൗഹീദിന് വിരുദ്ധമായ എന്തെങ്കിലും കാര്യം ചെയ്താൽ, ലയഹ്ബതന്ന അമലുക, നിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും പാഴായി പോകും, പൊളിഞ്ഞു പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ,
നീ പരാജയപ്പെട്ടിട്ടുള്ള നഷ്ടകാരികളിൽ അകപ്പെടുകയും ചെയ്യും. ഇതാണ് അമ്പിയാക്കന്മാരുടെ ദഅവ. ഭൂലോകവാസികളിലേക്ക് നിയോഗിക്കപ്പെട്ട ആദ്യത്തെ പ്രവാചകനായിരിക്കുന്ന നൂഹ് അലൈഹിസ്സലാം തൊട്ട് അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വരെയുള്ള 1.25 ലക്ഷത്തോളം വരുന്ന അമ്പിയാക്കന്മാരും 315 മുർസലീങ്ങളും ദഅവത്ത് ചെയ്തത് ഇതാണ്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. എല്ലാ മനുഷ്യ സമുദായത്തിലേക്കും ഒരു റസൂലിനെ നാം അയച്ചു. അള്ളാഹ് അയച്ച എല്ലാ റസൂൽമാരും ദഅവത്ത് നടത്തിയത് അൻ ഇഅ്ബുദുല്ലാഹ്, അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യണം. വജ്തനിബുത് താഗൂത്ത്, അള്ളാഹ്ക്ക് പുറമെ ആരാധിക്കപ്പെടുന്ന വ്യാജ ദൈവങ്ങളെ മുഴുവനും നിങ്ങൾ വർജിക്കുക തന്നെ വേണം. ഇത് പറഞ്ഞിട്ടാണ് ഹൂദ് നബി എല്ലാ സമൂഹത്തിലേക്കും, സാലിഹ് നബിയാകട്ടെ അവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങി നൂഹ് നബിക്ക് ശേഷം വന്നിട്ടുള്ള ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഓരോ നബിമാരെ നിങ്ങൾ എടുത്തു നോക്കൂ. അവരൊക്കെ അവരുടെ സമൂഹത്തിലേക്ക് ചെല്ലും. യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു അഫലാ തത്തഖൂൻ. എന്റെ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്ന മുവഹ്ഹിദുകളാകണം. മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, അവനല്ലാത്ത ഒരു ഇലാഹ് നിങ്ങൾക്കില്ല കേട്ടോ. അഫലാ തത്തഖൂൻ, നിങ്ങൾ അള്ളാഹുവിനെ, നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളെ ഉടമപ്പെടുത്തുന്ന, നിങ്ങളെ നിയന്ത്രിച്ച് പരിപാലിക്കുന്ന എല്ലാം അവനിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. ആ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കുന്നില്ലേ? ഇത് പറയാതെ ഒരു നബി കഴിഞ്ഞു പോയിട്ടില്ല, ഒരു റസൂൽ കഴിഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ അമ്പിയാക്കന്മാരുടെ ദഅവത്തിന്റെ പ്രബോധനത്തിന്റെ അടിത്തറകൾ ഈ 2 കാര്യങ്ങളാണ്. ഒന്ന്, തൗഹീദുല്ലാഹി അസ്സ വജൽ വ ഇഖ്ലാസുദ്ദീൻ ലില്ലാഹ് വൽമുവാലാത്തു ലിൽമുവഹ്ഹിദീൻ. ഒന്നിതാണ് അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, ദീൻ മുഴുവനും അല്ലാഹുവിന് വേണ്ടി മാത്രമായി അർപ്പിക്കുക. ഈ തൗഹീദ് അംഗീകരിക്കുന്ന ആളുകളോട് കലവറയില്ലാത്ത, കളങ്കമില്ലാത്ത സ്നേഹവും പിന്തുണയും സഹായവും അവരുമായിട്ടുണ്ടാകും. വലാത്ത്, ഇതാണ് ഒന്നാമത്തെ അടിത്തറ. രണ്ടാമത്തെ അടിത്തറ التحذير من الشرك. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർക്കുന്നതിനെ പറ്റ സൂക്ഷിക്കുക, എന്നിട്ട് അതിൽ നിന്ന് താക്കീത് നൽകി മാറി നിൽക്കുക. വത്തഗ്ലീബു ഫീ, അത് ചെറിയ രൂപത്തിലൊന്നും പോരാ, പൂർണ്ണമായി കാർക്കശ്യത്തോടുകൂടി ഷിർക്കിനെയും ഷിർക്കിന്റെ ആളുകളെയും എതിർത്തതിൽ നിന്ന് മാറി നിൽക്കുക. വൽ ബറാഅതു മിൻഹു വ മിൻ അഹ്ലിഹി, ഷിർക്കിൽ നിന്നും ഷിർക്കിന്റെ ആളുകളിൽ നിന്നും പൂർണ്ണമായി ബറാഅത്ത് നടത്തിയിട്ട് മാറി നിൽക്കുക. ഈ 2 അടിത്തറയിലല്ലാതെ മാനവരാശിയിൽ കഴിഞ്ഞു പോയിട്ടുള്ള ഒരു പ്രവാചകനും ഒരു ദഅവത്തും നടത്തിയിട്ടില്ല. അതുകൊണ്ട് ദഅവത്ത് എന്ന് പറയുന്ന ഒരാൾ ഈ 2 കാര്യങ്ങളിലല്ലാതെ ദഅവത്ത് നടത്തിയാൽ അവൻ ദാഇയല്ല, അവൻ ദാഇ ഇലൽ ളലാൽ വൽ ജഹൽ, ദുആത്തുൻ അലാ അബ്വാബി ജഹന്നം. അവർ നടത്തുന്നത് ദഅവത്തല്ല, മറിച്ച് അത് അവരുടെ കൈവശമുള്ളത് നിഅ്മലു ഹദ്മിൻ വഇഫ്സാദ്, നശിപ്പിക്കാനുള്ള ഒരു നശീകരണ യന്ത്രമാണ് അവരുടെ കയ്യിലുള്ളത്. മറിച്ച് ജനങ്ങളെ സത്യത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരാൾ ഈ 2 കാര്യത്തിലേക്ക് ക്ഷണിക്കണം. തൗഹീദില്ലാഹി അസ്സ വജൽ വ ഇഖ്ലാസുദ്ദീൻ ലഹു വൽ മുവാലാത്തു ലിഅഹ്ലിഹി, ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് അത്തഹ്ദീറു മിനശ് ശിർക്ക് والتغليب فيه والبراءة منه ومن أهله. ഇങ്ങനെ ദഅവത്ത് നടത്തുന്നവരാരുണ്ടോ ഫഅൻഇം ബിഹി വഅക്രി, അവരിലാണ് ദഅവത്ത്, അതാണ് സത്യമായ ദഅവത്ത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫറളാക്കിയിട്ടുള്ള കാര്യം ചെയ്യുന്നതിൽ ആദ്യം ഈ കാര്യം ശരിയാക്കുന്നതിന്റെ തുടക്കം അതാണ്. അത് അഖീദതൻ വ ഖൗലൻ വ അമലൻ. ആദ്യം ഹൃദയത്തിലുള്ള അഖീദ,
പിന്നെ അയാളുടെ നാവിലൂടെ വരുന്ന വാക്കുകൾ, പിന്നെ അർക്കാനുകൾ കൊണ്ടും ജവാരിഹകൾ കൊണ്ടും അയാൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അത് ശരിയാക്കുക. ആദ്യം ഈ തൗഹീദ് അത് പൂർത്തീകരിക്കും. അതിന്റെ പ്രഖ്യാപനം നടത്തും. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ. സങ്കോചമില്ലാതെ ഇസ്സത്തോടുകൂടി, ആത്മബോധത്തോടുകൂടി, ഇസ്സത്ത് മുഴുവനും ഉൾക്കൊണ്ടുകൊണ്ട് പറയണം, ഇന്നമാ അദ്ഉ റബ്ബി, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ. പിന്നെ അതിന് ശേഷം പിന്നെ വരുന്നത് അൽ ഫറായിദുൽ അമലിയ്യ. ഇത് മനസ്സുകൊണ്ട് അംഗീകരിച്ചു, നാവ് കൊണ്ട് പ്രഖ്യാപിച്ചാൽ നമ്മുടെ അർക്കാനുകളും ജവാരഹകളും കൊണ്ട്, ശരീരാവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന കർമ്മപരമായിട്ടുള്ള ഫറളുകൾ പിന്നെ വരുന്നു. രണ്ടാമതായിട്ട് അതിന്റെ തലപ്പത്തിരിക്കുന്നത് അസ്സലവാത്തുൽ മഫ്റൂമാത്ത്, ഫറളാക്കപ്പെട്ട നമസ്കാരം, ളുഹ്റൻ വഅസ്റൻ വമഗ്രിബൻ വഇശാഅൻ വസുബ്ഹ, 5 നേരത്തെ നിസ്കാരം. 5 നേരാണ് നമസ്കരിക്കുന്നത്. 5 ലാ യുബദ്ദലുൽ ഖൗലു ലദി. 5 നേരത്തിന് 50 നേരത്തെ നമസ്കാരത്തിന്റെ പ്രതിഫലം വന്ന് നമസ്കാരക്കാക്കിയിട്ടുണ്ട്. തൈസീറൻ ലിഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന് അള്ളാഹ് തൈസീറും തസ്ബീഹും കൊടുത്തത് കൊണ്ട് 5 നേരമാക്കി ചുരുക്കിയത് മാത്രം. ആ 5 നേരത്തെ നമസ്കാരം യുഹാഫിദു അലൈഹ, ആ നമസ്കാരം വീഴ്ച വരുത്താതെ ഒരാൾ പരിപാലിക്കുന്നു. ശർഇയായ അംഗീകരിക്കുന്ന ഒരു കാരണമില്ലാതെ അയാൾ ആ നമസ്കാരത്തിന്റെ ജമാഅത്തിൽ നിന്ന് പോലും വിട്ടു നിൽക്കുന്നില്ല. ജമാഅത്തിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. وإن الرجل ليتهادى بين الرجلين حتى يقام في الصف. റസൂലുള്ളാഹിയുടെ കാലത്തെ രീതി, സ്വന്തമായിട്ട് നിൽക്കാൻ പറ്റാത്ത ഒരാൾ 2 സഹോദരന്മാരുടെ ചുമരിൽ തൂങ്ങിയിട്ട് ആടിയാടിയിട്ട് അയാളെ കൊണ്ടുവന്നിട്ട് സ്വപ്പിന് പിടിച്ചു നിർത്തും. അങ്ങനെ വന്നിരുന്നു ആളുകൾ. وما يتخلف عنها إلا منافق معلوم النفاق. ജമാഅത്തിൽ നിന്ന് പിന്തു നിൽക്കുന്നത് മുനാഫിഖാണ്. പച്ചക്കറിയപ്പെട്ട ഒരു മുനാഫിഖല്ലാതെ, ശർഇയായ ഒരു ഉസ്റില്ലാതെ ജമാഅത്തിൽ നിന്ന് പിന്തുമായിരുന്നില്ല. ولقد رأيتنا وما يتخلف عنها إلا منافق معلوم النفاق. ഇങ്ങനെ ഈ 5 നേരത്തെ നമസ്കാരം അതിന്റെ ജമാഅത്തിൽ വെച്ച്, ജമാഅത്തിൽ നിന്ന് ഒഴിവാകണമെങ്കിൽ 5 നേരത്തെ നമസ്കാരം ഒഴിവാകാൻ ഒരു നിവൃത്തിയില്ല. അതിന്റെ ജമാഅത്ത് വല്ലപ്പോഴും ഒഴിവാകുകയാണെങ്കിൽ അതിന് ശർഅ് അംഗീകരിച്ച കാരണമാണ്. രോഗിയാണ്, രോഗിയെ പരിചരിക്കുന്ന രോഗിന്റെ അടുക്കലുള്ള ബൈസ്റ്റാൻഡറാണ്, അല്ലെങ്കിൽ കടുത്ത മഴയിൽപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഉറങ്ങിപ്പോയതാണ്, അല്ലെങ്കിൽ ഭക്ഷണം എടുത്തു വെച്ചു, അതിന്റെ നേരത്തെ അശ എടുത്തു വെച്ചപ്പോൾ ഇന്നപ്പോഴാണ് ഇഖാമത്ത് കേട്ടത്, ഇല്ല പോകേണ്ടതില്ല, ഇങ്ങനെയൊക്കെ ശർഅ് അംഗീകരിച്ച് തന്നിട്ടുള്ള. അതുപോലെ യാത്രയാണ്, അല്ലെങ്കിൽ യുദ്ധമാണ്, ഇങ്ങനെയൊക്കെയുള്ള സംഗതികളിൽ ചില സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന ശർഅ് അംഗീകരിക്കുന്ന ചില കാരണങ്ങളാലല്ലാതെ ജമാഅത്തിൽ നിന്ന് പിന്താൻ പാടില്ല. ഇതാണ് ഫർള്. അതേപോലെ സക്കാത്ത്, ധനമുണ്ടോ, അതിന് നിശ്ചിതമായ തോത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിന്മേൽ ഒരു വർഷം തികഞ്ഞു വന്നാൽ സക്കാത്ത് കൊടുത്തിരിക്കണം. അത് പാവങ്ങളുടെ അവകാശമാണ്. അതുപോലെ തന്നെ റമളാൻ മാസത്തിലുള്ള നോമ്പ്, അതുപോലെ തന്നെ ഹജ്ജു ബൈത്തുല്ലാഹിൽ ഹറാം മൻ ഇസ്തതാഅ ഇലൈഹി സബീല. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹജ്ജ് ഉംറയും ചെയ്യാന്നുള്ളത് അത് അല്ലാഹ് ഫർളാക്കിയിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ തുടർന്നു വരുന്ന മറ്റു ഫർളുകൾ ഇതാണ് ചെയ്യേണ്ടത്. ഈ ഫർളിൽ വീഴ്ച വരുത്തുകയും സുന്നത്തിൽ ശുഷ്കാന്തി കാണിക്കുകയും ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. റമളാൻ കാലത്ത് പ്രത്യേകിച്ചും അത്തരക്കാരൊക്കെ രംഗത്ത് വരും. അവരെ പഠിപ്പിക്കാനാണ് ഈ ഹദീസിൽ ഈ ഭാഗം പ്രത്യേകമായി വന്നിട്ടുള്ളത്. നിങ്ങൾ അള്ളാഹുവിന്റെ സാമീപ്യമാണ് തേടുന്നതെങ്കിൽ, അള്ളാഹിന്റെ വലിയാകണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, അവന്റെ മഹബത്ത് നേടണമെന്നാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, അവന്റെ പ്രത്യേകമായ നുസ്റത്ത്, അവന്റെ പ്രത്യേകമായ സഹായവും പിന്തുണയും നിങ്ങൾക്ക് കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അള്ളാഹ് ഇഷ്ടപ്പെട്ട പ്രവർത്തനമാണ് ചെയ്യേണ്ടത്. അവൻ ഇഷ്ടപ്പെട്ട പ്രവർത്തനത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ എന്റെ അടിയാന് ഫർളാക്കിയതിനേക്കാൾ എനിക്ക് ഇഷ്ടമുള്ള വേറൊരു കാര്യമല്ല. അതുകൊണ്ട് ഫർളിന് വീഴ്ച വരുത്തിയിട്ട് സുന്നത്തെടുക്കാൻ പോകരുത്. അത് സുന്നത്തിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തല്ല, ഫർളിന് വീഴ്ച വരുത്തരുത് എന്നുള്ള നിർബന്ധം പറയാം. അങ്ങനെ ഫർളുകളൊക്കെ വീഴ്ച കൂടാതെ നിറവേറ്റിക്കഴിഞ്ഞാൽ
حتى أحبه. പിന്നെന്താ ചെയ്യേണ്ടത്? വമാ സാല അബ്ദ്, അള്ളാന്റെ വലിയായ ഒരു അബ്ദ് പറന്നുകൊണ്ട് അയാൾ നിർത്തൂല, മറിച്ച് യതഖറബു ഇലൈഹി, എന്നിലേക്ക് വീണ്ടും വീണ്ടും കൂടുതൽ കൂടുതൽ സാമീപ്യം തേടിക്കൊണ്ടിരിക്കും. ഫർളൊക്കെ കഴിഞ്ഞല്ലോ, പിന്നെ സാമീപ്യം തേടാനുള്ള വഴി എന്താണ്? ബിൻ നവാഫിൽ, നാഫിലത്തുകൾ കൊണ്ട്. നവാഫിൽ എന്ന് പറയുന്നത് ജംഉ നാഫിലത്തിൻ, നാഫിലത്തിന്റെ ബഹുവചനം. നാഫിലത്ത് എന്നുള്ളത് മുറാദിഫുൻ ലിത്തഖവ്വുഅ്, ഐച്ഛികമായ ആരാധനാകർമ്മങ്ങൾ എന്നാണ്. ചിലപ്പോൾ നമ്മൾ അതിന് മുസ്തഹബ് എന്ന് പറയും, ചിലപ്പോൾ നമ്മൾ അതിന് സുന്ന എന്ന് പറയും. ആ സുന്നത്ത് ഇദസ്തുഅമിലത് മുഖാബിലൽ ഫർദ്, ഫർദിന്റെ നേരെ മുഖാബിലായി വെക്കുന്ന സുന്നത്ത്, റസൂലുള്ളാഹിന്റെ ശരിയ എന്നുള്ള അർത്ഥത്തിലല്ല. അങ്ങനെയാണെങ്കിൽ സുന്നത്ത് എന്ന് പറയും. ചിലപ്പോൾ സുന്നത്ത്, ചിലപ്പോൾ മന്ദൂബ്, ചിലപ്പോൾ മുസ്തഹബ് എന്നൊക്കെ നമ്മൾ പറയുന്ന അതിനാണ് നാഫിലത്ത് നവാഫിൽ എന്ന് പറയുന്നത്. ഐച്ഛികമായ കാര്യം. എന്താണ് ഈ ഐച്ഛികമായ കാര്യം? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിയമങ്ങൾ നിശ്ചയിച്ചു തന്ന ശാരിആയ അല്ലാഹ് ആ കാര്യം ചെയ്യാൻ വേണ്ടി നമ്മളോട് പ്രോത്സാഹിപ്പിക്കുന്നു, പ്രേരിപ്പിക്കുന്നു. മിൻ ഗൈരി അസ്മിൻ വലാ ഈജാബ്, കട്ടായം പറയാതെ അല്ലെങ്കിൽ നിർബന്ധമാക്കി കൽപ്പിക്കാതെ നിങ്ങളത് ചെയ്യണം എന്ന് പ്രോത്സാഹിപ്പിക്കുന്നു. പക്ഷെ ഈജാബ് നിർബന്ധം പറഞ്ഞിട്ടില്ല, അസ്ം കട്ടായം പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. എന്തിനു വേണ്ടിയാണ്? നവാഫിലുകൾ, ഫർളായ കാര്യങ്ങളുടെ കൂടെ ആ ഇനത്തിൽ കുറെ നവാഫിലുകളും അല്ലാഹു വെച്ചിട്ടുള്ളത്. ഇപ്പൊ നമസ്കാരത്തിന്റെ കാര്യം, നമസ്കാരത്തിൽ ഫർളായ നമസ്കാരങ്ങൾ 5, പിന്നെ ജുമുഅ നമസ്കാരം, അതിനു പുറമെ കുറെ അധികം കാര്യങ്ങൾ. മുഹറിന് മുമ്പ് പിമ്പ്, അസറിന്റെ മുമ്പ്, മഗ്രിബിന്റെ ശേഷം, ഇശാഇന്റെ ശേഷം, സുബ്ഹിന്റെ മുമ്പ്. ഇതിനാണ് നമ്മൾ അർറവാത്തിബുൽ ഖബലിയ്യത്തു വൽ ബഅദിയ്യ, നിർബന്ധമായ നമസ്കാരങ്ങൾക്ക് മുമ്പും പിമ്പും പതിവായി നമുക്ക് ചെയ്യാനുള്ള ഐച്ഛികമായ നമസ്കാരങ്ങൾ എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ഹാഫള അലാ 12 റക്അ ഫീ കുല്ലി യൗമിൻ വലൈല തതവ്വുഅൻ മിൻ ഗൈരി ഫരീള ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ഒരാൾ രാത്രിയിലും പകലുമായി അഥവാ ഒരു പൂർണ്ണ ദിവസത്തിനുള്ളിൽ 12 റക്അത്തുകൾ അയാൾ നമസ്കരിക്കുന്നു, അത് തതവ്വുഅൻ മിൻ ഗൈരി ഫരീള, അല്ലാഹ് വുജൂബാക്കിയിട്ടുള്ള അസ്മ ചെയ്ത് പറഞ്ഞിട്ടുള്ള ഫർളായ നമസ്കാരമല്ല, മറിച്ച് ഐച്ഛികമായ നമസ്കാരങ്ങളാണ് എങ്കിൽ ഇല്ലാ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അല്ലാഹു അയാൾക്ക് സ്വർഗ്ഗത്തിൽ മനോഹരമായ ഒരു വീട് പണി കഴിപ്പിച്ചു വെച്ചിട്ടുണ്ടാകും. ഇല്ലാ ബുനിയ ലഹു ബൈതൻ ഫിൽ ജന്ന, മറ്റൊരു റിവായത്തിൽ അങ്ങനെ. ഇങ്ങനെ ഫർളായ നമസ്കാരത്തിന്റെ പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ തന്നെ ഒരു കാരണവശാലും ഒഴിവാക്കാത്ത കാര്യമായിരുന്നു ഒന്ന് വിത്ർ, രാത്രിയിൽ കുറച്ച് നമസ്കാരം, ഒറ്റയിൽ അവസാനിപ്പിക്കുന്ന കുറച്ച് നിസ്കാരം, ചിലപ്പോൾ 3 ആകും, ചിലപ്പോൾ 5 ആകും. അത് നബിയുടെ സാഹചര്യത്തിനനുസരിച്ച്, സമയത്തിനനുസരിച്ച് നബിയും സഹാബികളും അങ്ങനെയാണ് ചെയ്തു പോകുന്നത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഹദറൻ വലാ സഫറൻ, ഒരിക്കലും ഉപേക്ഷിക്കാത്ത തത്വമായ കാര്യമാണ് റക്അത്തൈ അൽ ഫജ്ർ, ഫജ്റിന്റെ മുമ്പ്, സുബ്ഹിന്റെ മുമ്പുള്ള 2 റക്അത്ത്. ഇതൊക്കെ ഇതെന്തിനാണ് എന്ന് ചോദിച്ചാൽ, ഒന്ന് ഫർളുകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, ഫർള് സംരക്ഷിക്കാൻ കൂടിയാണ്. ഒരാൾ ഐച്ഛികമായ കാര്യങ്ങൾ, ആ ഇനത്തിൽപ്പെട്ട ഐച്ഛികമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഫർള് എന്താണെങ്കിലും ചെയ്തിരിക്കും. ളുഹറിന്റെ മുമ്പ് 2 നിസ്കരിച്ചു, ശേഷം 2 നിസ്കരിച്ചു, പിന്നെ 100 നിസ്കരിക്കാതെ പോകുമോ? ഇല്ലല്ലോ. അസറിന്റെ മുമ്പ് 4 റക്അത്ത് നിസ്കരിച്ച ഒരാൾ അസർ നിസ്കരിക്കാതെ പോകുമോ? മഗ്രിബിന്റെ ശേഷം 2 റക്അത്ത് നിസ്കരിച്ച ഒരാൾ മഗ്രിബ് നിസ്കരിക്കാതിരിക്കൂലല്ലോ, കഴിഞ്ഞിട്ടല്ലേ നിസ്കരിക്കുള്ളൂ. ഇശാന്റെ കാര്യം അങ്ങനെ തന്നെ. സുബഹിന്റെ മുമ്പ് 2 റക്അത്ത് നിസ്കരിച്ച് ഒരുങ്ങിക്കുത്തിരിക്കുന്ന ഒരാൾ സുബഹി നിസ്കരിക്കാതെ പോകില്ലല്ലോ. ഇങ്ങനെ നവാഫിലുകൾ ഫർളുകൾക്കുള്ള ഹിമായത്താണ്, സംരക്ഷണമാണ്. 2, ഈ നവാഫിലുകളെ സംബന്ധിച്ചിടത്തോളം പറയപ്പെട്ടിരിക്കുന്നത്, ഇമാം തുർമുദി റിവായത്ത് ചെയ്തിരിക്കുന്ന സഹിഹായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവ്വലു മാ യുഹാസബു ബിഹിൽ അബ്ദു മിൻ അമലിഹി യൗമൽ ഖിയാമത്തി അസ്സലാഹ്.
ഒരു മനുഷ്യനെ അല്ലാഹ് ഖിയാമത്ത് നാളിൽ വിചാരണ നടത്തുന്നത് അവന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന്, അമലുകളിൽ നിന്ന്. ആദ്യം ഹിസാബിന് വെക്കുന്ന പ്രവർത്തനം എന്താണ്? നമസ്കാരമാണ്. ആ നമസ്കാരം അവൻ ഒന്നും വീഴ്ച വരുത്താതെ പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ ഫഖദ് അഫ്ലഹ വഅൻജഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ് ഫഖദ് അഫ്ലഹ വഅൻജഹ. അയാൾ വിജയിച്ചു കേട്ടോ, അയാൾ പാലം കടന്നു കിട്ടി. നമസ്കാരം അത് ഒന്നും വീഴ്ച വരുത്താതെ ഉപേക്ഷ വരുത്താതെ പൂർത്തീകരിച്ച ഒരാൾ അഫ്ലഹ വഅൻജഹ. അതല്ല, അതിൽ അയാൾക്ക് വീഴ്ചയുണ്ടെങ്കിൽ ഫഖദ് ഖാബ വഖസിർ, അയാൾ പരാജയപ്പെട്ടു, അയാൾ വിയർത്തു, അയാൾ അള്ളാഹിനോട് കണക്ക് പറഞ്ഞാൽ തീരൂല. അവസാനം അള്ളാഹു അടിയാനോട് ഒരു ഫേവർ ചെയ്യും, ഒരു നന്മ അള്ളാഹു അദ്ദേഹത്തിന് ചെയ്യും. എന്താ നന്മ? ഉൻദുറൂ ലിഅബ്ദി ഉൻദുറൂ ഹൽ ലിഅബ്ദി മിൻ തതവ്വുഅ. എന്റെ ഈ അടിയാറ് ഈ ഇനത്തിൽപ്പെട്ട ഐച്ഛികമായ മറ്റ് ഇബാദത്തുകളുണ്ടോ എന്നൊന്ന് പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഫർളായ നിസ്കാരത്തിൽ കുറച്ച് ഉപേക്ഷ സംഭവിച്ച ആളാണെങ്കിൽ ഐച്ഛികമായ നമസ്കാരങ്ങളുണ്ടോ നോക്കും. ഉണ്ടെങ്കിൽ ഐച്ഛികമായ ആ ഇബാദത്ത് എടുത്തുകൊണ്ട് അതിൽ നിന്ന് ചുരുങ്ങിപ്പോയ ഫർളിൽ നിന്ന് ചുരുങ്ങിപ്പോയിട്ടുള്ളത് പൂർത്തീകരിക്കും. وكذلك وسائر عمله على ذلك. ഹദീസ് അവസാനിക്കണം അങ്ങനെ. وسائر عمله على ذلك. ഇതേ രൂപത്തിൽ അദ്ദേഹത്തിന്റെ മറ്റു പ്രവർത്തനങ്ങൾ ഓരോന്നും അള്ളാഹു കണക്കാക്കും. നോമ്പെടുക്കും. ഫർളായ നോമ്പ് മുഴുവനും അയാൾ വീഴ്ച വരുത്താതെ ചെയ്തിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. അല്ല, ഫറളിൽ നിന്ന് അയാൾക്ക് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ എന്റെ ഈ അബ്ദിന് ഈ ഇനത്തിൽപ്പെട്ട ഏതെങ്കിലും നോമ്പുണ്ടോ, തത്വമായ നോമ്പുണ്ടോ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഇത് പൂർത്തീകരിക്കും. അതുകൊണ്ട് തന്നെ ഫർളായ നോമ്പിന്റെ പുറമെ കുറച്ച് നോമ്പ്, സുന്നത്തായ നോമ്പ്, മുഹറത്തിൽ ആ 10 ദിവസത്തെ നോമ്പ്, അതുപോലെ തന്നെ ആശൂറ താസുആയിലെ നോമ്പ്, അതുപോലെ അറഫയിലെ നോമ്പ്, അതുപോലെ റമദാൻ കഴിഞ്ഞാൽ ശവ്വാലിൽ 6 ദിവസത്തെ നോമ്പ്, അതുപോലെ തന്നെ ആഴ്ചയിൽ 2 ദിവസം, മാസത്തിൽ 3 ദിവസം അയ്യാമുൽ ബീദിന്റെ നോമ്പ്, ആഴ്ചയിൽ ഇസ്നൈനി ഖമീസിലുള്ള നോമ്പ്. ഇങ്ങനെയുള്ള നോമ്പുകളൊക്കെ വർദ്ധിപ്പിച്ചാൽ, ഇങ്ങനെ നവാഫിലുകൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഒരു കാര്യം ഫർളുകളെ സംരക്ഷിക്കാനും ഫർളിൽ നിന്ന് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുമാണ്. അതുപോലെ ഒരാൾക്ക് ധനം, സ്വർണം അദ്ദേഹത്തിൻ്റെതായി കൂട്ടി നോക്കുമ്പോൾ 9.5 പവനുള്ളൂ, 1 പവന്റെ കുറവുണ്ട് സക്കാത്ത് കൊടുക്കാൻ. അയാള് ഒരു 10 പവന് കൊടുക്കേണ്ടത് എത്രയാണോ ആ കൊടുക്കേണ്ടതിന്റെ കണക്കാക്കിയിട്ട് അയാൾ അത് കൊടുത്താൽ ഇല്ല അയ്യപ്പ സ്വതക്കാണ്, അയാൾക്കത് രക്ഷയാണ്. അതുപോലെ തന്നെ വേറുള്ള ധനങ്ങൾ വന്നു, അയാൾക്ക് 10 വർഷത്തിനുള്ള സക്കാത്ത് കൊടുക്കാനുണ്ട് കാർഷിക വിളകളിൽ നിന്ന്, അയാൾ 11 വർഷത്തിനുള്ളത് കൊടുത്തു, അത് അയാൾക്കുള്ള സ്വതക്കയാണ്, രക്ഷയാണ്. അതുപോലെ തന്നെ ഒരാൾ ജീവിതത്തിൽ അയാൾക്ക് നിർബന്ധമായിരിക്കുന്ന ഹജ്ജും ഉംറയും കഴിഞ്ഞു പോന്നു, പിന്നെ വെറുതെത്തിരിക്കേണ്ടതില്ല, അയാൾക്ക് അവസരവും ശരീരം കൊണ്ടും സ്വത്തുകൊണ്ടും യോജിക്കുന്ന സന്ദർഭത്തിൽ നാഫിലത്തായ ഉംറക്ക് പോകണം, നാഫിലത്തായ ഹജ്ജിന് വേണ്ടി പോകണം. ഈ നാഫിലത്തിന്റെ ഒന്നാമത്തെ ലക്ഷ്യം ഹിഫ്ളുൽ ഫറായിദ് വതക്മീലു മൻ തഖസ മിൻഹു. അയാളുടെ ഫർളായ ആ കാര്യങ്ങൾ വീഴ്ച വരാതിരിക്കണമെങ്കിൽ ഈ ഐച്ഛികമായ കാര്യങ്ങൾ ചെയ്യണം. ഐച്ഛികമായ കാര്യങ്ങൾ കൂടി ചെയ്യുമ്പോൾ ഫർളിലെ വീഴ്ച സ്വാഭാവികമായും ഇല്ലാതെ ഒഴിവാക്കാൻ പറ്റും. അഥവാ വല്ലതും ഒഴിവായി പോയാൽ ആ കുറവ് വന്നത് ഈ ഐച്ഛികമായ കാര്യങ്ങൾ കൊണ്ട് പൂർത്തീകരിക്കാനും പറ്റും. ഇതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത്, ഐച്ഛികമായ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ ചെയ്താൽ അള്ളാന്റെ മഹബ്ബത്തിന് വരും. അതാണ് ഏറ്റവും വലുത്, മഹബ്ബത്തുല്ലാഹ്, അള്ളാന്റെ മഹബ്ബത്ത്. എന്താണ് ആ മഹബ്ബത്ത്? അള്ളാഹ് സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാന്റെ മഹബ്ബത്ത് 3 തട്ടുകളിലായിട്ടാണ്. ഏറ്റവും മുന്തിയത് ഇടത്തരം, താഴേക്കിടയിലുണ്ട്. ഏറ്റവും മുന്തിയ മഹബ്ബത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല 2 പേർക്ക് നൽകിയതായി അഖ്ബാറുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്, ആയത്തിലും ഹദീസിലുമായിട്ട്. ഏതാണ് അഖ്ബാർ എന്ന് പറയുന്നത്? ഒന്ന്, ഇബ്രാഹീമിനെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു,
ആ ബക്കാ താഴ്വരയിൽ കൊണ്ടുപോയിട്ട് ഭാര്യയെയും കുഞ്ഞിനെയും താമസിപ്പിച്ചിട്ട് പോരണമെന്ന് പറഞ്ഞു. കയ്യും പിടിച്ച് കൈകുഞ്ഞായി നിൽക്കുന്ന ആ കുട്ടിയെയും കുട്ടിയുടെ ഉമ്മനെയും കൂട്ടിയിട്ട് 3000-ഓളം കിലോമീറ്റർ ദൂരെ കൊണ്ടുപോയി 1500 കിലോമീറ്റർ ദൂരത്തേക്ക് കൊണ്ടുവന്നിട്ട് ഒരാൾപ്പാർപ്പില്ലാത്ത, ഒരു കൃഷിയുമില്ലാത്ത, വഴിതെറ്റിയിട്ട് പോലും ആരും അതിലൂടെ കടന്നു വരാൻ ചാൻസ് ഇല്ലാത്ത വിജനമായ ദുർഘടമായ ആ ബക്കാ താഴ്വരയിൽ ഇന്ന് തന്നെ നിങ്ങൾ അവിടെ പോകുമ്പോൾ അവിടുത്തെ ഭൂപ്രദേശം കണ്ട നമ്മൾ നടുങ്ങുകയാണ്. 5000 വർഷം മുമ്പത്തെ അവിടുത്തെ സ്ഥിതി എന്തായിരിക്കും എന്ന കാര്യം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അവിടെ കൊണ്ടുവന്നിട്ട് ഭാര്യനെയും കുട്ടിയെയും അവിടെ നിർത്തിയിട്ട് കൈക്കുഞ്ഞിനെ നിർത്തിയിട്ട് ഇങ്ങോട്ട് പോന്നു. വളവിലെത്തിയപ്പോൾ അവരെന്നെ കാണൂല എന്ന് തോന്നുമ്പോൾ പോരുന്ന സമയത്ത് ഭാര്യ പിന്നാലെ വന്നിട്ട് ചോദിക്കുകയാണ്, ഞങ്ങളവിടെ ഒറ്റക്കിട്ട് പോകുകയാണ്. ഒന്നും മുണ്ടുന്നില്ല. രണ്ടാമതും ചോദിക്കുകയാണ്, ഒറ്റക്കിട്ട് പോകുകയാണോ? ഒന്നും മുണ്ടുന്നില്ല. മൂന്നാമത് ഭാര്യ ചോദിക്കുന്നു, ഇത് താങ്കളുടെ റബ്ബ് കൽപ്പിച്ചത് കൊണ്ടാണോ? അതെ. ഇതെല്ലാം യുബയ്യഉന, ഭർത്താവിനൊത്ത ഭാര്യ, ഖലീലുർ റഹ്മാന്റെ ഭാര്യ. അങ്ങനെയാണെങ്കിൽ അള്ളാന്റെ കൽപ്പന കൊണ്ടാണ് ഞങ്ങളവിടെ നിർത്തുന്നതെങ്കിൽ അള്ള ഞങ്ങളെ പാഴാക്കൂല. ഞാൻ കുറച്ച് വിശ്വാസമുണ്ട്. അവരെ കാണുന്ന ആ ഇത് മാറിയിട്ട് വളവിങ്ങോട്ട് തിരിഞ്ഞപ്പോ അവരെ കാണൂല എന്ന് വന്നപ്പോ ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവോട് കൈകൾ ഉയർത്തിയിട്ട് പറഞ്ഞു, റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയ്യതി ബിവാദിൻ ഗൈരി ദീ സറഅ ഇൻദ ബൈതികൽ മുഹറം. അല്ലാഹുവേ, നീ കൽപ്പിച്ചു എന്ന ഒറ്റ കാരണത്താൽ നിന്റെ വിശുദ്ധമായ ഗേഹത്തിന്റെ പരിസരത്ത് കൊണ്ടുവന്ന് ആരോരുമില്ലാത്ത ഈ വിജനമായ ഈ കാട്ടിൽ, ഈ മരുഭൂമിയിൽ, ഈ ദുർഘടമായ സ്ഥലത്ത് കൊണ്ടുവന്ന് എൻ്റെ ഭാര്യയെയും പിഞ്ചു കുഞ്ഞോമന മകനെയും ഇവിടെ വിസ്തരിച്ചുകൊണ്ട് ഞാൻ പോകുന്നു. റബ്ബേ, നിനക്ക് നമസ്കാരം നിലനിർത്തുന്ന, നിന്നെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുവഹ്ഹിദീങ്ങളായി അവര് ഇവിടെ ജീവിക്കാൻ വേണ്ടി, നിന്റെ കൽപ്പന പാലിക്കാൻ വേണ്ടി ഒരെതിരും പറയാതെ സർവാത്മന അത് അംഗീകരിച്ച് തിരിച്ചങ്ങ് പോയി. കുറച്ച് മുതിർന്നു വന്നപ്പോൾ പറഞ്ഞു, ആ കുട്ടിയെ പിടിച്ചിട്ട് അറുക്കണം, അള്ളാഹുവിന് ബലി നൽകണം. ഇബ്രാഹിം നബി ഒട്ടും സംശയിച്ചില്ല, മകനെ പിടിച്ചിട്ട് പറഞ്ഞു, ഇന്നി അറാഫിൽ മനാമി അന്നി അൽബഹു ഫൻദുർ മാദാ തറ. قال ستجدني إن شاء الله صابرا ولا أعصي لك أمرا. നിന്നെ ബലിയർപ്പിക്കണം എന്നാണ് എനിക്കുള്ള കൽപ്പന. മകനെ, നീ എന്ത് പറയുന്നു? ഞാൻ ക്ഷമാപൂർവ്വം അത് ഏറ്റുവാങ്ങാൻ തയ്യാറാണ്. അള്ളാന്റെ മശീഅത്തുണ്ടെങ്കിൽ അള്ളാഹ് കൽപ്പിച്ചെന്തോ അത് ഇപ്പം നടപ്പിലാക്കിക്കോളും. ഇങ്ങനത്തെ പരീക്ഷണങ്ങൾ ഇങ്ങനെയുള്ള ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയപ്പോൾ എല്ലാം വിജയകരമായി ഇബ്രാഹിം നബി പൂർത്തീകരിച്ചപ്പോ അള്ളാഹ് പറഞ്ഞു, ഇന്നി ജഅലുക ലിന്നാസി ഇമാമ, നിന്നെ ഞാൻ ലോകത്തിന്റെ ഇമാമാക്കി നിശ്ചയിക്കുന്നു, നിനക്ക് ഞാൻ എന്റെ സ്നേഹം നൽകുന്നു. വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീല. ഇബ്രാഹിം നബിക്ക് ഒരു സ്നേഹം കൊടുത്തു. സ്നേഹത്തിന്റെ ഏറ്റവും പരിശുദ്ധമായ രൂപം, ഏറ്റവും വിശിഷ്ടമായ രൂപം, അതിനാണ് ഹുല്ല. ആ ഹുല്ലത്ത് കിട്ടിയവനാണ് ഖലീൽ എന്ന് പറയാം. അബുൽ അംബിയാഇ വ ഇമാമുൽ ഹുനഫാഇ വ ഖലീലുർ റഹ്മാനി ഇബ്രാഹിം. ആ വാപ്പാക്ക് അതിനൊത്ത മകൻ വേണം. ആ പരമ്പരയിൽ ഏറ്റവും അവസാനത്തെ ആ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ് അൽ ഖുറശി അൽ മക്കി അലൈഹിം അഫ്ളലുസ് സ്വലവാത്തി വ അസ്ക തസ്ബീഹ്. അവിടുന്ന് മരണപ്പെട്ടു പോകുന്നതിന്റെ തൊട്ടു മുമ്പ് ഒരു പ്രഖ്യാപനം നടത്തി, നിങ്ങളുടെ കൂട്ടത്തിൽ എന്നോട് ഏറ്റവും അധികം സുഹബത്തുള്ളതും ഏറ്റവും അധികം സഹവാസവും എനിക്ക് ഏറ്റവും കടപ്പാടുമുള്ള വ്യക്തി അബൂബക്കറാണ്. വലൗ കുന്തു മുത്തഖിദൻ മിൻ ഉമ്മത്തി ഖലീലൻ ലത്തഖദതു അബൂബക്കറിൻ ഖലീല. എന്റെ മൊത്തം ഉമ്മത്തിൽ നിന്ന് ഒരാളെ ഞാൻ ഖലീലായി സ്വീകരിക്കുകയാണെങ്കിൽ അബൂബക്കറിനേക്കാൾ അതിന്റെ യോഗ്യനായ മറ്റൊരാളെ ഞാൻ കാണുന്നില്ല. പക്ഷേ നിവൃത്തിയില്ല. വഇന്നി അബ്റഉ ഇലല്ലാഹി മിൻ അൻ യകൂന ലീ മിൻകും ഖലീൽ. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ ഖലീലാക്കുക എന്നുള്ളതിന്റെ നിവൃത്തിയില്ല. അതിൽ നിന്ന് ഞാൻ ഒഴിയുന്നു. കാരണം ഫഇന്നല്ലാഹ ഇത്തഖദനി ഖലീലൻ കമാ ഇത്തഖദ ഇബ്രാഹീമ ഖലീല. ഇബ്രാഹീമിന് ഖുല്ലത്ത് കൊടുത്തതുപോലെ ആ ഖുല്ലത്ത് അല്ലാഹ് എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെയും എനിക്ക് ഖലീൽ എന്ന പദവിയിലേക്ക് ഇനി സ്വീകരിക്കാൻ നിവൃത്തിയില്ല. ഞാൻ അല്ലാഹുവിന്റെ ഖലീലാണ്.
നമുക്കിടയിലുള്ള ബന്ധം വലാകിൻ മവദ്ദത്തുൻ വൈഖാ ഹത്താ യജ്മഅ അല്ലാഹു ബൈനനാ ഇൻദഹു. നമുക്കിടയിലുള്ളത് മവദ്ദത്തിന്റെയും ഇഖാഇന്റെയും സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും ബന്ധമാണ്. അവന്റെ അരികിൽ നമ്മെ എല്ലാവരെയും അവൻ നമ്മെ ഒരുമിച്ച് കൂട്ടുന്നത് വരെ. ഈ ബന്ധത്ത് ഈ വാപ്പാക്കും മകനും കിട്ടി, ഇബ്രാഹിമിനും മുഹമ്മദിനും അലൈഹിമസ്സലാം വാസ്കത്ത്. രണ്ടാമത്തെ സ്നേഹം ഏതാണ്? അൽ മവദ്ദ, അൽ മവദ്ദത്തുൽ ഖാലിസ. അതാർക്കാണ് അല്ലാഹു കൊടുക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ശരിക്കും ഭയപ്പെട്ട് ജീവിക്കുന്ന, പൂർണ്ണമായ അർത്ഥത്തിൽ മുത്തഖീങ്ങളായി ജീവിക്കുന്ന, യുറാഖിബൂനല്ലാഹ സിർറൻ വ അലാനിയ ളാഹിറൻ വ ബാത്തിന, ഉള്ളും പുറം അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കും. ആരുമില്ലാതെ കൊട്ടാരത്തിൽ നിന്ന് സുന്ദരിയായിട്ടുള്ള രാജ്ഞി നിർബന്ധിച്ചു പിടിച്ചപ്പോ റബ്ബേ എന്നെ ഉടനെ തന്നെ ഇവിടുന്ന് രക്ഷപ്പെടുത്തണേ, ഇല്ലെങ്കിൽ അസ്ബു ഇലൈഹിം, ഞാൻ അവരിലേക്ക് ചാഞ്ഞുപോകും എന്ന് പറഞ്ഞ സിദ്ദീഖ്, യൂസുഫ് സിദ്ദീഖിനെ പോലെയുള്ള അലൈഹിസ്സലാം ഉള്ളും പുറമറിഞ്ഞില്ല. അബൂബക്കർ സിദ്ദീഖിനെ പോലെ, ഉമറുൽ ഫാറൂഖിനെ പോലെ, ഉസ്മാൻ ബിൻ അഫ്ഫാനെ പോലെ, മുൻകാലത്ത് കഴിഞ്ഞു പോയ അമ്പിയാക്കന്മാർക്ക് പറഞ്ഞ ഇതുപോലെയുള്ള ഉന്നതന്മാരായിരിക്കുന്ന സഹാബത്തിനെ പോലെയുള്ള ആളുകൾ, അവർക്ക് അള്ളാഹു നൽകുന്ന സ്നേഹം, അള്ളാഹിന്റെ ഔലിയാക്കന്മാർക്ക് അള്ളാഹു സ്നേഹിക്കുന്ന സ്നേഹം, അതാണ് മവദ്ദ. പിന്നെ അള്ളാഹിന്റെ സ്നേഹത്തിന്റെ ഏറ്റവും താഴ്ന്ന പടി എന്താ? അൽ മഹബ്ബ അൽ ആബ, പൊതുവായൊരു സ്നേഹം. അത് അള്ളാഹുവിന്റെ തൗഹീദ് അംഗീകരിച്ച് ജീവിക്കുന്ന അഹ്ലുസുന്നത്തിൽപ്പെട്ട എല്ലാവർക്കും അള്ളാഹു. അതിന്റെ ദറജ കൂടിയും കുറഞ്ഞുകൊണ്ടിരിക്കും അദ്ദേഹത്തിലുള്ള നന്മക്കനുസരിച്ചിട്ട്. ഈമാൻ യസീദ് വ യൻഖുസ്, യൻഖുസ് ബിൽ മഅസിയ, അതിനനുസരിച്ചിട്ട് ഈ മഹബ്ബത്ത് ഏറി കുറഞ്ഞിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ ഇങ്ങനെ രഹസ്യമായും പരസ്യമായും സൂക്ഷിച്ചു. ഫർമായ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം പിന്നീട് നവാഫിലുകൾ അധികരിപ്പിച്ച് കൂടുതൽ അവനിലേക്ക് സാമീപ്യം നേടുന്ന ഒരാൾക്ക് അല്ലാഹു കൊടുക്കുന്നു, അവരെ ഞാൻ അങ്ങ് സ്നേഹിക്കും. അങ്ങനെ അല്ലാഹു സ്നേഹിച്ചാൽ ആ സ്നേഹം അത് പ്രപഞ്ചങ്ങളിൽ മുഴുക്ക വ്യാപിക്കും. ആദ്യം അല്ലാഹു എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഒരു അടിയാനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് നാദാ ജിബ്രീൽ, ജിബ്രീലിനെ വിളിക്കും. എന്നിട്ട് അല്ലാഹു ജിബ്രീലിനോട് പറയും, ഇന്നി ഉഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബഹു ഫയുഹിബ്ബുഹു ജിബ്രീൽ. ഞാൻ ഇന്ന വ്യക്തിയെ സ്നേഹിക്കുന്നു, അവനെ ജിബ്രീൽ നീ സ്നേഹിക്കണം. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ആ വലിയനെ ജിബ്രീൽ സ്നേഹിക്കുന്നു. ثم ينادي في أهل السماء, പിന്നെ ഉപരിലോകങ്ങളിൽ വാനലോകങ്ങളിൽ ജിബ്രീൽ അലൈഹിസ്സലാം വിളംബരം ചെയ്യും, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബൂഹു, അല്ലാഹു ഇന്ന വ്യക്തിയെ സ്നേഹിക്കുന്നു, ആ വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കൂ, അല്ലാഹുവിന്റെ വലിയാണ് അദ്ദേഹം. അങ്ങനെ ഫയുഹിബ്ബൂന, മേൽലോകത്തുള്ള ആളുകൾ ഉപരിലോകത്തുള്ളവരെല്ലാവരും അദ്ദേഹത്തെ സ്നേഹിക്കുകയായി. അദ്ദേഹത്തിന്റെ സ്നേഹം അവിടെയാണ് രേഖപ്പെട്ടത്. ആദ്യം അല്ലാഹു സ്നേഹിച്ചു, അയാൾ വലിയായതുകൊണ്ട്. കാരണം അയാൾ ഹിഫ്ദുൽ ഫറായിദ്, ഫർളുകളെല്ലാം കാത്തു സൂക്ഷിച്ചവനാണ്. ഇസ്തിക്സാറു മിനൽ നവാഫിൽ, നവാഫികൾ അധികരിപ്പിച്ചിട്ടുള്ള ആളാണ്. അല്ലാഹു അയാളെ സ്നേഹിച്ചു, ആ സ്നേഹം അല്ലാഹു രേഖപ്പെടുത്തി. അല്ലാഹു ജിബ്രീലിനോട് പറഞ്ഞു, ജിബ്രീൽ സ്നേഹിച്ചു. ജിബ്രീൽ വാനലോകങ്ങളിൽ പ്രഖ്യാപിച്ചു, ഇയാൾ അല്ലാഹുവിന്റെ വലിയാണ്, അയാളെ നിങ്ങൾ സ്നേഹിക്കൂ, അവരും സ്നേഹിക്കുന്നു. ثم يوضع له القبول في الأرض, മുകളിൽ നടക്കുന്നത്, മുകളിലുള്ള തീരുമാനം, മുകളിലുള്ള സംഭവവികാസങ്ങൾ അതിവിടെ പ്രതിധ്വനിക്കും, അതിവിടെ പ്രതിഫലിക്കും. ثم يوضع له القبول في الأرض, പിന്നെ കീഴ്ലോകത്ത് ഭൂലോകത്ത് അദ്ദേഹത്തിന് നല്ല കബൂലായി, നല്ല കബൂൽ അദ്ദേഹത്തിന് കിട്ടും. അള്ളാന്റെ മഹബത്ത് വരുന്ന അവസ്ഥ ഇങ്ങനെയാണ്. അള്ളാന്റെ വലിയ ആദരങ്ങൾ, അള്ളാന്റെ മഹബത്തും അള്ളാഹുവിന്റെ നുസ്റത്തും കിട്ടണമെങ്കിൽ പറന്നുകൾ ഒന്നും വീഴ്ച വരാതെ കൃത്യമായി ആദ്യം അതത് പെർഫെക്റ്റ് ആക്കി വെക്കുക. പിന്നെ അവരവർ കഴിയുന്ന നവാഫിലുകൾ പരമാവധി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. അത് വർദ്ധിപ്പിക്കുന്ന നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അള്ളാന്റെ മഹബത്ത് കിട്ടുന്നു, നമ്മൾ അള്ളാന്റെ വലിയാകും.
അള്ളാന്റെ വലിയായി കഴിഞ്ഞാൽ ജിബ്രീൽ അള്ളാഹ് നമ്മെ സ്നേഹിക്കുന്നു, അള്ളാന്റെ പിന്തുണയും സഹായവും ലഭിക്കുന്നു, ജിബ്രീൽ നമ്മെ സ്നേഹിക്കുന്നു, വാനലോകത്ത് നമ്മുടെ പേര് വിളംബരം ചെയ്യപ്പെടുന്നു, നമ്മൾ വാനലോകത്ത് പ്രിയങ്കരരായി തീരുന്നു, അത് ഇവിടെ പ്രതിഫലിക്കുന്നു, ഭൂലോകത്ത് നമുക്ക് സ്വീകാര്യത കൈവരുന്നു. അങ്ങനെ അള്ളാന്റെ വലിയായി കഴിഞ്ഞു, അള്ളാഹുവിന്റെ മഹബ്ബത്ത് കിട്ടിക്കഴിഞ്ഞാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമായ നുസ്റത്തിൽ അവന്റെ കൈവന്നാൽ, ജിബ്രീൽ അവനെ സ്നേഹിക്കുകയും വാനലോകങ്ങളിൽ അവൻ പ്രിയങ്കരനാക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ, കീഴ് ലോകത്ത് അവന് അംഗീകാരം അള്ളാഹു വകവെച്ചു കൊടുത്തു കഴിഞ്ഞാൽ, അവൻ വലിയായി കഴിഞ്ഞാൽ അതിന്റെ ഫലമെന്താണ്? പിന്നീട് അവന് കിട്ടാനുള്ള ഫലമെന്താണ്? 3 കാര്യങ്ങളാണ് ആ ഹദീസിൽ പറയുന്നത്. فإذا أحببته كنت سمعه الذي يسمع به وبصره الذي يبصر به ويده التي يبطش بها ورجله التي يمشي بها. ഞാൻ അങ്ങനെ ഒരുത്തനെ സ്നേഹിച്ചാൽ, അവനെന്റെ വലിയായാൽ, അവനെ ഞാൻ സ്നേഹിച്ചു കഴിഞ്ഞാൽ, കുന്തു സംഅഹു, ഞാൻ അവന്റെ ചെവിയാകും, അല്ലദീ യസ്മഉ ബിഹി, അവൻ കേൾക്കുന്ന ചെവി, വബസറഹു അല്ലദീ യുബ്സിറു ബിഹി, അവൻ കാണുന്ന കണ്ണാകും, വയദഹു അല്ലതീ യബ്തുശു ബിഹാ, അവൻ പിടിക്കുവാൻ ഉപയോഗിക്കുന്ന കൈയാകും, വയദഹു അല്ലതീ വരിജ്ലഹു അല്ലതീ യംശി ബിഹാ, അവൻ നടക്കാൻ ഉപയോഗിക്കുന്ന അവന്റെ കാലാകും. അല്ലാഹ് അവന്റെ കണ്ണും അവന്റെ കാതും അവന്റെ കയ്യും അവന്റെ കാലുമാകും എന്ന് പറഞ്ഞാൽ അതിന് ഒറ്റ അർത്ഥമുണ്ട്. അവന്റെ കണ്ണുകളും അവന്റെ കണ്ണും അവന്റെ കാതും അവന്റെ കയ്യും അവന്റെ കാലും പൂർണ്ണമായി സുരക്ഷിതത്വത്തിലാകും. ഫിൽ ഹാലി വഫിൽ മആൽ, ദുനിയാവിലും നാളെ പരലോകത്തും. ദുനിയാവിൽ ഇത് സംരക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ മിനശ്ശഹവാത്ത് വശുബ്ഹാത്ത്, ശഹവാത്തുകളിൽ നിന്നും ശുബ്ഹാത്തുകളിൽ നിന്നും അവന് രക്ഷ കിട്ടും. അവന്റെ കണ്ണുകൊണ്ട് ശഹവാത്തുകൾ ഉണ്ടാകുന്ന, നമുക്ക് പ്രതിരോധിക്കാൻ കഴിയാത്ത വിധം നമ്മുടെ ശരീരം വഴങ്ങിപ്പോകുന്ന കുറെ തെറ്റുകളില്ലേ, അത്തരം തെറ്റുകൾക്കാണ് നമ്മൾ ശഹവാത്തുകൾ എന്ന് പറയുന്നത്, നമ്മുടെ ദേഹേച്ഛകൾ എന്ന് നമ്മൾ പറയുന്നത്. ആ ദേഹേച്ഛകളിൽ നിന്ന് അവന്റെ സംരക്ഷണം നൽകും. ദേഹേച്ഛകൾ ഉദ്ദീപിപ്പിക്കുന്ന ഒന്നും അവന്റെ കണ്ടുകൊണ്ട് അവൻ കാണാൻ നിൽക്കില്ല, അള്ള സംരക്ഷണം നൽകും. അത്തരം ദേഹേച്ഛകൾ ഉദ്ദീപിപ്പിക്കുന്ന എന്തും കേൾക്കാൻ അവന്റെ ചെവി കൊടുക്കില്ല, അവന്റെ ചെവിക്കള്ള സംരക്ഷണം നൽകും. അങ്ങനെ അവന്റെ ദേഹേച്ഛകൾക്ക് അവൻ വഴങ്ങാൻ ഇടവരുന്ന കാര്യങ്ങളിലേക്ക് അവന്റെ കൈകൊണ്ട് അവൻ പരിശ്രമിക്കില്ല, അവന്റെ കയ്യിനെ അവൻ നിയന്ത്രിക്കും. അത്തരം തെറ്റായ കാര്യങ്ങളിലേക്ക് എത്തിപ്പെടുന്ന വഴിയിലേക്ക് അവൻ നടന്നു പോകില്ല, അവന്റെ കാലിനെ അവൻ സംരക്ഷിക്കും. അത് ശഹവാത്തുകളിൽ നിന്ന് പൂർണ്ണമായ സംരക്ഷണം. അതിനേക്കാൾ വലുത്, ശഹവാത്തുകളെക്കാൾ വലുത് ശുബ്ഹാത്തുകളിൽ നിന്നുള്ള സംരക്ഷണമാണ്. ശുബ്ഹാത്ത് എന്ന് പറഞ്ഞാൽ സംശയ, ശുബ്ഹത്ത് പറഞ്ഞാൽ സംശയം എന്നാണ്. സംശയം എന്നുള്ളത് വല്ലാത്തൊരു രോഗ. അതിലാരെങ്കിലും പെട്ടുകഴിഞ്ഞാൽ അത്തിക്കാടിന്റെ പുറത്ത് കൺമാറി. ഇവിടെ ഈ രോഗികളെ വെച്ച് പൊറപ്പിക്കാൻ കഴിയില്ല. ഈ ശുബ്ഹാത്തിന്റെ രോഗത്തു നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് കാട്ടിക്ക് ഇങ്ങോട്ട് പോകുന്നത്. സംശയ രോഗികൾക്ക് അവർക്ക് യഥേഷ്ടം വിഹരിക്കാനല്ല ഈ പള്ളി. അല്ലാഹുമ്മ ലാ തജ്അൽ ഫീനാ വലാ മിന്നാ വലാ മഅനാ വലാ ബൈനനാ മഹ്റൂമൻ വലാ ശഖിയ്യ. അത് വല്ലാത്തൊരു ശഖാവത്താണ്, അത് വല്ലാത്തൊരു ഹിർമാനോ ഹിസ്ലാനുമാണ് ശുബ്ഹാത്ത് എന്ന് പറയുന്നത്. ശുബ്ഹാത്ത് എന്ന് പറഞ്ഞാൽ സംശയത്തിന്റെ രോഗമാണ്. എങ്ങനെയാ സംശയത്തിന്റെ രോഗം? അഹ്ലുസുന്നത്തിനോട് അദാവത്ത്, ശത്രുതയാണ് ആദ്യം തോന്നുക. ആ ശത്രുത കടന്നു വരുന്നത് ആദ്യം സംശയം ആണോ അല്ല, ആണോ അല്ല, അങ്ങനെയല്ല, അങ്ങനെ തന്നെയല്ല. ആ സംശയത്തിൽ മുന്നിൽ തുടങ്ങും. പിന്നെ ആ സംശയം ഇങ്ങനെ കനത്തു വരുമ്പോ തശ്കീക്ക്, അവൻ ബാക്കിയുള്ളവരെ സംശയം പഠിപ്പിക്കാൻ തുടങ്ങും, സംശയം ജനിപ്പിക്കാൻ തുടങ്ങും. അവൻ ഷെക്കിൽ നിന്ന്, ശുബ്ഹത്തിൽ നിന്ന് തുടങ്ങി തശ്കീക്കിലേക്ക്, എന്നാ സംശയമായിട്ട് നടക്കല്ല, ആ രോഗം അവൻ പരത്തും. തൊട്ടടുത്ത പദവി എന്താണ്? തൻഫീർ. ഓന്റെ കാര്യത്തിൽ സംശയമുണ്ട്, അതുകൊണ്ട് ഓന്റെ അടുത്തേക്ക് പോകരുത്, മാറി നിന്നേക്കൂ എന്ന് പറഞ്ഞിട്ട് തൻഫീർ, പറഞ്ഞകറ്റും. പിന്നെ തൊട്ടടുത്ത പദവി എന്താണ്? എന്താ അങ്ങനെ അകറ്റുന്നത്? അത് തഫ്സീർ, ഓൻ ഫാസിഖാണ്, ഫിസ്ഖുണ്ട് എന്ന് പറയും.
പിന്നെ ഫിസ്ക് മാത്രോ? ഫിസ്കാണെങ്കിലും അത് സഹിക്കാലോ, അഹ്ലുസുന്നത്തിന്റെ കാര്യം അങ്ങനെയാണല്ലോ. അല്ല, ഓന്റെ അടുത്ത് വിദ്യാർത്ഥികളുണ്ട് തബ്ദീയിലേക്ക്. ഒരു വിദ്യാർത്ഥോ അത് മാത്രല്ല, അങ്ങനെ ഓരോരുത്തേക്ക് നാശത്തിലേക്ക് നമ്മൾ കൂപ്പുകുത്താൻ തുടങ്ങിയാൽ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ നിൽക്കൂല, നാശത്തിന്റെ അങ്ങേത്തനെ പോയിട്ടെത്തുള്ളൂ. അവസാനം തക്ഫീർ, കാഫറാണ് എന്നുള്ളവർക്ക് പറയും. പിന്നെ കാഫിര്യങ്ങളെ നശിപ്പിക്കണം, അതുകൊണ്ട് തഫ്ജീർ, പിന്നെ അത് സ്ഫോടനം നടത്തുന്നിടത്തേക്ക്. ഇങ്ങനെയാണ് അതിന്റെ വഴി. തുടങ്ങിയത് എവിടുന്ന? ഈ രോഗത്തുനിന്നാണ്, ശുബ്ഹ എന്ന രോഗത്തുനിന്നാണ്. അവസാനിച്ചത് തക്ഫീറിലും തഫ്ജീറിലുമാണ് ചെന്നെത്തുന്നത്. ഈ രോഗത്തിന്റെ ലക്ഷണം പല സ്ഥലത്തും കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അത് ആ സമയത്ത് ഞാനത് മുന്നറിയിപ്പ് നൽകിയില്ല എന്നുള്ള ഒരു കുറ്റം അള്ളാന്റെ ഭാഗത്ത് നിന്ന് എനിക്കുണ്ടാകരുത്. അതിനുവേണ്ടി ഓരോരുത്തരും, ഇവിടെ മുന്നിലുള്ള ഓരോരുത്തരോടും നേർക്ക് നേരെയുള്ള ഉപദേശം. എന്നോടൊന്ന് പറഞ്ഞിട്ടുണ്ടോ? ഓരോരുത്തരും വിളിച്ചെനിക്ക് പറയാൻ കഴിയില്ല, അത് എന്റെ കഴിവിൽപ്പെട്ടതല്ല, ഞാൻ അതിനെ ആടുവല്ല. ശുബ്ഹ, സംശയരോഗം മനസ്സിലുണ്ടാകുകയാണ്. ഉടനെ തൗബ ചെയ്ത്, മനസ്സ് തൗബ കൊണ്ടും ഇസ്തിഗ്ഫാർ കൊണ്ടും അയാൾ കഴുകി തുടച്ച് വൃത്തിയാക്കിക്കൊള്ളട്ടെ. ഇല്ലെങ്കിൽ ശുബ്ഹത്ത് പിന്നെ തശ്കീക്കിലേക്ക്, സംശയം ജനിപ്പിക്കുന്നതിലേക്ക്, വേറുള്ളവർക്ക് സംശയം പകർന്നു കൊടുക്കുന്നതിലേക്ക്, അതൊരു വലിയ പുണ്യമായിട്ട് അവർക്ക് തോന്നുക. പിശാചി അതിന് വളരെ നല്ലൊരു കർമ്മമായിട്ട് കൃത്യമായിട്ടാണ് അവർക്ക് തോന്നിപ്പിച്ചു കൊടുക്കുക. അതിന്റെ പിന്നാലെ നടക്കും. പിന്നെ തശ്കീക്കും വന്ന് വിട്ടിട്ട് തൻഫീർ, ആളുകളെ പറഞ്ഞ് അകറ്റുന്നിടത്തേക്കായി. പിന്നെ തൻഫീറും വന്ന് പോയിട്ട് തഫ്സീഖ്, ഫാസിഖാണ് എന്ന് വിളിക്കുന്നിടത്തേക്കായി. പിന്നെ തബ്ദീർ, പിന്നെ വിദ്യാർത്ഥിന്റെ ഹവണ്ട് എന്ന് പറയുന്നിടത്തേക്കായി. പിന്നെ അതും വിട്ടിട്ട് തക്ഫീറും തഫ്ജീറും, പിന്നെ കാഫറാക്കലും, പിന്നെ സ്ഫോടനം നടത്തലും. ഇതാണ് അതിന്റെ വഴി. ആ വഴിയിലേക്ക് അത്തരം ശുഭത്തിന്റെ രോഗം ഉണ്ടെങ്കിൽ ക്വാറന്റൈൻ ചെയ്യാനല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല. ഓനെ മാറ്റി നിർത്താനേ നിവൃത്തിയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രത്യേകമായ റഹ്മത്ത് കൊണ്ട് ഇല്ലം യുഅജ്ജിലില്ലാഹു ബിറഹ്മ, അല്ലാഹ് പ്രത്യേകമായ റഹ്മത്ത് വേഗം കൊടുത്താലല്ലാതെ അത്തരക്കാർ രക്ഷപ്പെടില്ല. ഒരുപാട് ആളുകൾ, കൂടുതലില്ല എന്നാലും പലരെ മനസ്സിൽ ഈ തരത്തിലുള്ള ശുബ്ഹാത്തുകൾ കയറി വരാനുള്ള കാരണം മറ്റൊന്നുമല്ല. അവര് ഇൽമിൽ നിന്ന്, ഇൽമിന്റെ ആളുകളിൽ നിന്ന്, ഇൽമിന്റെ കേന്ദ്രങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നു. ഈ ഒരൊറ്റ കാരണം. ഞാനിവിടെ സാധാരണഗതിയിൽ കാണേണ്ട ചില മുഖങ്ങളെ ഇന്ന് കാണുന്നില്ല. ഇത് പ്രീ കേഴ്സറാണ്, ആദ്യത്തെ അതിന്റെ കേഴ്സറാണ്. ആദ്യം ഇതാ സംഭവിക്കുക, ഇൽമിൽ നിന്ന് അകന്നു നിൽക്കും. വേറെ ചില കാരണങ്ങളുണ്ടാവും. എന്താ കാരണം എന്നറിയും? കാരണം മറ്റൊരു കാരണമല്ല, പിശാച് അവർക്കും എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും സ്വീകാര്യമാകാവുന്ന തരത്തിലുള്ള ചില കാരണങ്ങൾ പിശാച്ചുണ്ടാക്കി കൊടുക്കും. അതെന്താണ്? ഹുബ്ബുദ്ദുനിയാ, ദുനിയാവിനോടുള്ള സ്നേഹമായിരിക്കും ആദ്യത്തെ കാരണം. ഓരോരുത്തരും അവരുടെ മനസ്സിനോട്, എന്നോട് ഒരു വിദ്വേഷം വെച്ച് പുലർത്തണ്ട, അവനവന്റെ മനസ്സിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങളിലേക്കാണ് ഞാൻ കടന്നു വരുന്നത്. ഹുബ്ബുദ്ദുനിയാ ആദ്യം അതാണ്. അത് ഏതൊരുത്തനുണ്ടാകാലോ ദുനിയാവിനോടുള്ള ഒരു സ്നേഹം. അപ്പൊ ദുനിയാവിന് വേണ്ടിയിട്ട് ദുനിയാവിന്റെ പേരിലുള്ള പ്രത്യേകമായ കൂട്ടങ്ങൾ, സ്നേഹസംഘങ്ങൾ, പ്രത്യേകമായിട്ടുള്ള ബന്ധങ്ങൾ, പ്രത്യേകമായിട്ടുള്ള വലാഹുകൾ, അതിങ്ങനെ ഇവരെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കും ആൾക്കാർ. വലിയൊരു തെറ്റാർക്കും പറയാൻ പറ്റൂല. ഇബ്നു ഉമറും ഇബ്നു അബ്ബാസും പണ്ട് കാലത്ത് റളിയല്ലാഹു അൻഹുമാ വറല്ലാഹുമാ അവരെ കാലത്ത് പറഞ്ഞിട്ടുള്ളതാണ്. വലഖദ് അസ്ബഹത് ആമ്മത്തു മുആഖാത്തിൻ നാസി ഫീ അംരി ദുനിയ. സാഹോദര്യവും സ്നേഹവും പിന്തുണയും, സ്നേഹം എന്ന് പറയുന്നത്, സാഹോദര്യം എന്ന് പറയുന്നത്, പിന്തുണ എന്ന് പറയുന്നത്, അതിന്റെ അസ്ലു അൽ ഹുബ്ബു ലില്ലാഹ് വ ഫില്ലാഹ്, അല്ലാഹുവിന് വേണ്ടിയിട്ട്, അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് ഹുബ്ബ്, മഹബ്ബത്തിന്റെ അടിസ്ഥാനം അതാകണം. അള്ളാഹ്ക്ക് വേണ്ടി എന്നത് വല്ല അങ്ങോട്ട് സൈഡിക്ക് ചെരിച്ചാണ് വെച്ചിട്ട് ദുന്യാവിന് വേണ്ടി, ദുന്യാവിന്റെ നേട്ടത്തിന് വേണ്ടി ഹുബ്ബ്, സ്നേഹം, മുവാലാത്ത്, പിന്തുണ അതാദ്യം വരും. അങ്ങനെ ദുന്യാവിലാണ് മുഴുകുമ്പോൾ ഇൽമിൽ നിന്ന് അവര് വെല്ലങ്ങോട്ട് അകലും. ഇൽമ് പഠിക്കുക എന്ന ആ സമയവും ആ അധ്വാനവും അതിനു വേണ്ടിയുള്ള കാര്യങ്ങളുടെയും സമയത്ത് അവരെന്ത് ചെയ്യും? ദുന്യാവ് പറഞ്ഞിട്ട് അതിന്റെ പിന്നാലെ നടക്കും. തുടക്കത്തിൽ ആർക്കും അബദ്ധം തോന്നൂല.
ഇൽമിൽ നിന്ന് അകലുമ്പോ പിശാച് കൊണ്ടുവന്നിട്ട് ഒരു ശുബ്ഹത്ത് ഇട്ട് കൊടുക്കും. പിശാച് പറഞ്ഞാല് അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങൾ അറിയുന്ന ഒരാളുടെ വേഷത്തിൽ തന്നെ പിശാച് വരിക, അല്ലാതെ വേറെ രൂപത്തിലല്ല വരിക. നിങ്ങൾ അറിയുന്ന, നിങ്ങൾ സ്നേഹിക്കുന്ന, നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട നിങ്ങളുടെ മക്കളായി പേരക്കുട്ടികളായി ഉള്ള വേഷത്തിൽ പിശാച് വന്നിട്ട് ഒരു ശുബ്ഹത്ത് മനസ്സിലേക്ക് ഇട്ടുതരും. അപ്പൊ മനസ്സ് പാകമാണ് അത് വാങ്ങാൻ. കാരണം എന്ത്? കുറെ കാലമായിട്ട് ഇൽമിൽ നിന്ന് അകലെയാണ്, ദുന്യാവാണ്, ദുന്യാവിന് വേണ്ടിയിട്ടുള്ള മുവാലാത്തും മഹബത്തുമാണ്. അതുമായിട്ട് നടക്കുമ്പോൾ അവിടെ ജീർണിച്ച് കിടക്കുകയാണല്ലോ. ആ ജീർണതയിൽ ഈ ശുബ്ഹത്തിന്റെ വിത്ത് പെട്ടെന്ന് പിടിക്കും. അങ്ങനെ ആ പിശാച് രണ്ട് തവണ അത്തരം വർത്തമാനങ്ങൾ പറഞ്ഞാൽ ശുബ്ഹത്ത് നിങ്ങളുടെ അടുക്കലും വളർന്നു, രോഗം പിന്നെ ഹൃദയത്തിൽ, അത് ക്യാൻസർ അതിന്റെ സെക്കൻഡറി സ്റ്റേജിൽ വ്യാപിക്കുന്നത് പോലെ സ്ഫോടനാത്മകമായി വ്യാപിക്കും. പിന്നെ നിങ്ങൾ നോക്കിയാൽ കാണണം ഒക്കെ തെറ്റേക്കാണ്, ബാക്കിയൊക്കെ കുറ്റേക്കാണ്, നിങ്ങൾ മാത്രം നല്ലത്, ബാക്കിയുള്ള മുഴുവൻ തെറ്റ്. ഓൻ അത് ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്നില്ല, അവിടെ അങ്ങിട്ടല്ല ഇങ്ങിട്ടല്ല, ഓൻ ചെയ്യുന്നതിനെ കുറിച്ച് ഓൻ ചിന്തിക്കുകയും ചെയ്യൂല. ഇബ്നു മസ്ഊദ് പറഞ്ഞു, സയ്യാത്തിക്കും മനുഷ്യരെ നിങ്ങളെ തെറ്റിലേക്ക് പോകും, നിങ്ങളെ തെറ്റെണ്ണാൻ കുത്തിരിക്കും, അനവാമിലക്കും അല്ല ഹസ്നാത്തിക്കും, എന്നാൽ നിങ്ങളുടെ നന്മകൾ പാഴാകൂല എന്ന് നിങ്ങൾക്ക് ഞാൻ വർഷകാരാണ്. അവനാന്റെ തെറ്റിലേക്കല്ല മറ്റവന്റെ തെറ്റിലേക്ക് അതിങ്ങനെ എണ്ണി 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 നല്ല കാര്യമല്ല. പിന്നെ ആ ശുബ്ഹത്തിന് വളർന്നാൽ തശ്കീക്കിലേക്കും തൻഫീറിലേക്കും തഫ്സീഖിലേക്കും തബ്ദീലിലേക്കും തക്ഫീറിലേക്കും തഫ്ജീറിലേക്കും അതെത്തും. അതിലേക്കൊക്കെ പോകാൻ പാകമായിട്ട് കുറേ മനസ്സുകൾ റെഡി ആയിട്ടുണ്ട്. അവർ ചെയ്ത തെറ്റ് അല്ലെങ്കിൽ അവരുടെ വീഴ്ച അറിഞ്ഞോ അറിയാതെ ഇത് മാത്രമാണ്. എന്താണ്? ഒന്ന്, ഇൽമിൽ നിന്ന്, ഇൽമിന്റെ കേന്ദ്രങ്ങളിൽ നിന്ന്, ഇൽമിന്റെ ആളുകളിൽ നിന്ന് അവർ അകന്നു നിന്നു. അതിനുവേണ്ടി ചെലവാക്കേണ്ട സമയവും അതിനുവേണ്ടി ചെലവാക്കേണ്ട അധ്വാനവും അവർ ദുനിയാവിന് വേണ്ടി ചെലവാക്കി. ഇൽമിന് അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കേണ്ട, അള്ളാഹ്ക്ക് വേണ്ടി മുവാലാത്ത് നടത്തേണ്ടതിന് പകരം ദുനിയാവിന് വേണ്ടിയുള്ള സ്നേഹവും ദുനിയാവിന് വേണ്ടിയുള്ള മുവാലാത്തും ദുനിയാവിന്റെ പേരിലുള്ള സ്നേഹസംഘങ്ങളും കൂട്ടങ്ങളും ഉണ്ടാക്കി. അത്രത്തോളം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ശുബ്ഹത്തിന്റെ വിത്ത് വന്ന് വീണാൽ അത് അവിടെ ശരിക്കും മുളക്കും. ഞാൻ പറഞ്ഞത് ക്യാൻസർ അതിന്റെ സെക്കൻഡറി സ്റ്റേജിൽ എങ്ങനെയാണോ വ്യാപിക്കുക അതേ വേഗത്തിൽ സ്പ്രെഡ് ചെയ്യും. അതിന് പിശാചുക്കൾ ഇഷ്ടം പോലെ നിങ്ങളുടെ ചുറ്റുപാടുണ്ട്. ഇന്ന ശൈത്വാന യജ്രി മിൻ ഇബ്നി ആദമ മജ്റദ, യജ്രി മിൻ ഇബ്നി ആദമ മജ്റദ, രക്തത്തിൽ അത് ശരിക്കുള്ളൂ. അതിൽ വലിയവനും ചെറിയവനും ഒന്നുമില്ല. ഞാനീ പറഞ്ഞതിൽ പഠിച്ച ആൾക്കാരും അതിൽ അങ്ങനെ തന്നെയാണ്, കാര്യമായി പഠിച്ചിട്ടില്ലാത്തവർ അങ്ങനെ തന്നെയാണ്. ഇതെങ്ങനെയാണ് ഇതിൽ പഠിച്ചിട്ടാൽ അങ്ങനെയാണല്ലോ. അല്ല, പഠിച്ചാൽ എന്താ? പിശാചിന് ഒന്നും കൂടി അവനെ പിടിക്കാൻ പറ്റും. കാരണം അവന്റെ നാവിലൂടെ പിശാചിന്റെ തെറ്റായ വാദം കൂടുതൽ പ്രചരിപ്പിക്കാൻ എളുപ്പമാണ്. പഠിച്ചോളൂ, അവന് കുറെ ദുർന്യായങ്ങൾ തോന്നിപ്പിച്ചു കൊടുക്കാനും എളുപ്പമാണ്. അതുകൊണ്ട് ഈ ഫിത്ന വളരെ സൂക്ഷിക്കണം. അതിനാൽ ആ ഫിത്നക്കുള്ള ഒരു മരുന്ന് അത് നിങ്ങൾ ചെയ്താൽ അവന്റെ കയ്യാകും, അവന്റെ കണ്ണാകും, അവന്റെ കാതാകും, അവന്റെ കാലാകും. അവന്റെ കണ്ണുകളും അവന്റെ കാതുകളും അവന്റെ കൈകളും അവന്റെ കാലുകളും ശഹവാത്തുണ്ടാക്കുന്ന, ദേഹത്തുണ്ടാക്കുന്ന കാര്യങ്ങളിൽ പോകാതെ അള്ള സൂക്ഷിച്ചു കൊടുക്കും. അതുപോലെ ശുബ്ഹാത്തുകളിൽ നിന്ന് ഇത്തരം സംശയം ഒരുത്തം വന്ന് പറയുമ്പോൾ കേൾക്കാൻ ചെവിച്ചു കൊടുക്കാൻ തോന്നൂല നല്ലവരാണെങ്കിൽ. ആ ശുബ്ഹാത്ത് ഉണ്ടാക്കുന്ന അടുത്ത് അത് കണ്ടു നിൽക്കാൻ അവൻ തോന്നൂല, വേറെ അവിടുന്ന് പോരും. അതിലേക്ക് അവൻ പരിശ്രമിക്കൂല അവന്റെ കൈകൊണ്ട്, അതിലേക്ക് അവൻ നടന്നു പോകൂല, അത് ഒഴിവാക്കും. ഒഴിവാക്കാനുള്ള ഈമാൻ അവനുണ്ട്. കാരണം അവൻ യഹ്ഫളു അൽ ഫറായിദ് വയസ്തക്സിറു മിനൻ നവാഫിൽ, പറന്ന് നിലനിർത്തുന്നവനാണ്, നവാഫിലുകൾ വർദ്ധിപ്പിക്കുന്നവരാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കണ്ണിനും കാതിനും അവന്റെ കയ്യിനും കാലിനും രണ്ട് രൂപത്തിലുള്ള ഹിഫ്ള് നൽകുന്നു. ഒന്ന് ശഹവാത്തുകളിൽ നിന്ന്, മറ്റൊന്ന് ശുബ്ഹാത്തുകളിൽ നിന്ന്. ശുബ്ഹാത്തുകൾ അക്സറു ഖതറ, ഏറ്റവും അപകടം അതാണ്. ദീനിൽ നിന്ന് നിങ്ങളെ പറ്റപ്പുറത്ത് കിടക്കുന്നു വലിച്ചത്, അതാ ശുബ്ഹാത്തുകൾ. ശഹവാത്ത് എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാലെങ്കിലും ബോധം വന്നിട്ട് തൗബ ചെയ്ത് വരാൻ ധാരാളം ചാൻസ് ഉള്ളതാണ്. ശുബ്ഹാത്ത് അത് ദീനാണെന്ന് കരുതിയിട്ട് അതിലേക്ക് മുങ്ങുന്ന ആൾക്കാരാണ്. അത് ദീനിനെ പൊളിക്കുന്ന തെറ്റുമാണ്. ശഹവാത്ത് ദീനാന്ന് കരുതിയിട്ടല്ല, അവന്റെ മനസ്സിന്റെ ഒരു നിയന്ത്രണം പോയിട്ട് തൽക്കാലം ചെയ്തു പോകുന്നതാണ്. കുറച്ച് കഴിയുമ്പോൾ അവൻ തൗബ ചെയ്ത് വരാൻ ചാൻസ് കൂടുതലാണ്. അത് ദീനിന് അവനോട് കേടെടുത്താനും മുതിരിടമില്ല. രണ്ടിൽ നിന്നും അള്ള സംരക്ഷണം നൽകും. അത് ദുനിയാവിൽ നിന്ന് ഹാലൻ, ഈ ദുനിയാവിൽ നിന്ന് അള്ള കൊടുക്കുന്ന ഈ രണ്ട് തരത്തിലുള്ള സംരക്ഷണം. പരലോകത്ത് വരുമ്പോഴോ
അവന്റെ കണ്ണ്, അവന്റെ കാത്, അവന്റെ കൈ, അവന്റെ കാല് അള്ളാഹ്ക്കുള്ള ഫറായിലുകൾ വീഴ്ച വരുത്താതെ നിർവഹിച്ചിട്ടുള്ളതാണ്. അവന്റെ നവാഫിലുകൾ ഇസ്തിഗ്ഫാർ നടത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹു എല്ലാവിധ ശിക്ഷകളിൽ നിന്നും നരക ശിക്ഷയിൽ നിന്ന് അള്ളാഹുക്ക് പരിരക്ഷ നൽകുകയും ചെയ്യും. ഇതാണ് ഒന്നാമത്തെ. വലിയായാലുള്ള മെച്ചം അള്ളാന്റെ മഹബ്ബത്തും നുസ്റത്തും കിട്ടും. അള്ളാന്റെ മഹബ്ബത്തും നുസ്റത്തും കിട്ടിക്കഴിഞ്ഞാൽ അവന്റെ കണ്ണും അവന്റെ കാതും അവന്റെ കൈയും അവന്റെ കാലും അള്ളാഹു രക്ഷിക്കും. ദുനിയാവിൽ നിന്നും രക്ഷിക്കും, പരലോകത്ത് രക്ഷിക്കും. ദുനിയാവിൽ ശഹവാത്തുകളിൽ നിന്ന് ശുബഹാത്തുകളിൽ നിന്ന് രക്ഷിക്കും, പരലോകത്ത് മിൻ അദാബിൻ നാർ നരകശിക്ഷയിൽ നിന്നും അള്ളാഹു രക്ഷിക്കും. ഇതാണ് ഒന്നാമത്തെ പണി. രണ്ടാമത്തേത് വലഇൻ സഅലനി ലഉഅ്തിയന്നഹു, അവൻ എന്നോട് ഒരു കാര്യം ചോദിച്ചാൽ ഞാൻ അവനത് കൊടുക്കുക തന്നെ ചെയ്യും. കാരണം ദുആ ഖബൂലാകാനുള്ള എല്ലാ ശുറൂത്തുകളും അയാളിൽ മുതവഫിറത്താണ്, മവാനിഉകൾ മുൻതഫിയത്താണ്. വലിദാലിക യുജീബുല്ലാഹു അലാ ദുആഇഹി, അല്ലാഹു അയാളുടെ ദുആക്ക് ഇജാബത്ത് നൽകും. കാരണം അയാൾ ഫർളായ എല്ലാ കാര്യങ്ങളും വീഴ്ച വരുത്താതെ ചെയ്തിട്ടുണ്ട്. അതിനു പുറമെ ഒരുപാട് നവാഫിലുകൾ അദ്ദേഹം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ വലിയാണ്, അള്ളാഹ് അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടതാണ്. ജിബ്രീലിനോട് ഞാൻ ഇഷ്ടപ്പെട്ടു, നീ അവൻ ഇഷ്ടപ്പെടൂ എന്ന് പറഞ്ഞിട്ടുള്ളവനാണ്. ഉപരിലോകങ്ങളിൽ അവൻ പ്രിയങ്കരനായി ഭവിച്ചിട്ടുള്ളതാണ് അവന്റെ കാര്യം. അവന് കീഴ്ലോകങ്ങളിൽ അംഗീകാരം കിട്ടിയിട്ടുള്ളവനാണ്. അവൻ അള്ളാന്റെ മഹാരിമുകളിൽ നിന്ന് തീർത്തും മാറി നിൽക്കുന്നവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കുന്ന ഏതൊരു കാര്യമുണ്ടെങ്കിലും ഇല്ലാ കാന ശരീഅൻ ഫീ തഅത്തില്ല വ മതിയൻ അൻ മഅസിയത്തില്ല. അതുകൊണ്ട് തന്നെ ശുറൂതു ഇസ്തിജാബത്തി ദുആ മുതവഫിറ വ മവാനിഉഹു മുൻതഫിയ. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോട് ഈ മനുഷ്യൻ ദുആ ചെയ്താൽ ലഉഅ്തിയന്ന, അത് ഞാൻ അവന് കൊടുക്കേണ്ടത്. അതെന്തൊക്കെ? ദുആന്റെ ശുറൂത്തുകൾ എന്താണ്? ഇജാബത്തിനുള്ള ശുറൂത്തുകൾ എന്താണ്? അതിന് തടസ്സമായി വരുന്ന മവാനിഉകൾ എന്താണ്? അതിന്റെ ആദാബുകൾ എന്തൊക്കെയാണ്? ഈ കാര്യങ്ങൾ വിശദമായി ആദാബ് ദുആ എന്ന് ദുആയുടെ ആദാബുകളെ കുറിച്ച് നമ്മൾ മഞ്ചേരി ദർസിൽ വെച്ച് വിശദീകരിച്ചതാണ്. നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകും. ഇല്ലെങ്കിൽ അത് കേൾക്കാനും പഠിക്കാനും ഒക്കെ തരപ്പെട്ട സമയമാണ് റമളാൻ. നോക്കിക്കോളൂ. അത് ഈ സന്ദർഭത്തിൽ അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പൊ രണ്ട് സമൃദ്ധായി. ഒന്ന്, അവന്റെ കണ്ണിനും കാതിനും കയ്യിനും കാലിനും ദുനിയാവിലും പരലോകത്തുമുള്ള സംരക്ഷണം. ദുനിയാവിൽ ശുബഹാത്തുകളിൽ നിന്ന് ശഹവാത്തുകളിൽ നിന്നുള്ള സംരക്ഷണം, പരലോകത്ത് നരകത്തിൽ നിന്നുള്ള സംരക്ഷണം. രണ്ട്, അയാൾ ദുആ ചെയ്താൽ അല്ലാഹു തട്ടില്ല. റബ്ബ അശ്അസ അഗ്ബർ മദ്ഫൂഅ അൽബാബ് ലൗ അഖ്സമ അല അല്ലാഹി ലഅബർ. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ പ്രത്യേകത അതാണ്. അശ്അസ അഗ്ബർ, അവരെ കണ്ടാൽ ആരും വല്ലാതെ ബാഹ്യമായ അവരുടെ അപ്പിയറൻസ് കൊണ്ട് വിലമതിച്ചോളുന്നില്ല. ഷാസായിട്ടായിരിക്കും ചിലപ്പോൾ അവര്. അഗ്ബർ, പൊടിപരണ്ട രൂപത്തിലായിരിക്കും ചിലപ്പോൾ അവര്. മദ്ഫൂഉൽ ബാബ്, എവിടെ അവർ കയറി ചെന്നാലും അവർ വലിയ കേമന്മാരല്ല, അവർ വലിയ സ്വാധീനമുള്ള ആളുകളല്ല. അതുകൊണ്ട് വാതിൽക്കൽ നിന്നൊക്കെ വല്ല അകറ്റിവിടുന്ന ആളുകളായിരിക്കും. അവരെ ഒരു സൈന്യത്തിൽ അവർ ചെല്ലുകയാണെങ്കിൽ അവരെ സാത്തത്തിൽ പിൻ സൈന്യത്തിലാണ് നിർത്തിയതെങ്കിൽ മതി, അവരവിടെ തന്നെ നിൽക്കും. അല്ലെങ്കിൽ മുന്നിക്ക് വരണമെന്ന് പറയില്ല. അവരെ ഹിറാസത്തിൽ നിർത്തുകയാണെങ്കിൽ കൊല്ലത്തോട് കൊല്ലം ഹിറാസത്തിൽ നിർത്തിയാൽ, കാവല് നിർത്തിയാൽ രാത്രി ഉറക്കമൊഴിച്ചിട്ട് അവർ കാവല് നിൽക്കും. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ കണ്ടാൽ ആരും വിലമതിക്കൂല. പക്ഷേ ലൗ അഖ്സമ അലല്ലാഹി ലഅബറ, അവൻ അള്ളാഹുവിന്റെ ഫറായിദുകൾ വീഴ്ച വരുത്താത്തവനാണ്, നവാഫിലുകൾ വർദ്ധിപ്പിക്കുന്നവനാണ്. അവൻ ശുഹറത്തിന്റെ പിന്നാലെ ഒരിക്കലും തഫദ്ദുർ, മുന്നിൽ വരണം, നേതാവാകണം, പേര് കിട്ടണം, പ്രശസ്തി വേണം, ഇല്ല, ഒരിക്കലുമില്ല. നടന്നു പോകുമ്പോ കൈ വീശുന്നതൊന്ന് കൂടുന്നു, അതൊരു കിബറിലേക്ക് പോകുമോ? കൈ രണ്ടും കൂട്ടിപ്പിടിച്ച് നടക്കുന്നവരാണ്. ഒരു വഴിയിലൂടെ സ്ഥിരമായി പള്ളിയിലേക്ക് പോയാൽ അവിടെയുള്ള ആളുകൾ എന്നെ ശ്രദ്ധിക്കുന്നു, ഞാനൊരു സ്ഥിരമായ നമസ്കാരക്കാരനാണെന്ന് അവർ മനസ്സിലാക്കുമെന്ന് കണ്ടാൽ വഴിമാറിപ്പോകുന്ന ആളുകളാണ്. അങ്ങനെ ശുഹറത്തിൽ നിന്ന് ഒഴിഞ്ഞ് വളരെ ശാന്തമായി ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ ലൗ അഖ്സമ അലല്ലാഹി ലഅബറ, അല്ലാഹുവിനോട് അവരൊരു കാര്യം അസ്മ ചെയ്ത് ചോദിച്ചാൽ അല്ലാഹ് അത് പൂർത്തീകരിക്കാതിരിക്കില്ല, പൂർത്തീകരിക്കുന്നത്. അത് ഔലിയാക്കന്മാരെ പറ്റി. ഔലിയാക്കന്മാർ അത് മാർക്കറ്റിങ്ങിനുള്ള ഒരു വസ്തുവല്ല.
അല്ലെങ്കിൽ അത് പ്രകടനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വസ്തുവല്ല, അല്ലെങ്കിൽ അത് രാഷ്ട്രീയത്തിന് വേണ്ടി ആളെ കൂട്ടാൻ വേണ്ടി കാണിക്കുന്ന ഒരു സംഗതിയല്ല. അത് ബൈനഹു വ ബൈന റബ്ബി, ഫർളാക്കിയത്. പള്ളിയിൽ വെച്ച് ചെയ്യണം എന്നുള്ളത് പള്ളിയിൽ വെച്ചേ ചെയ്യുള്ളൂ. പള്ളിയിൽ വെച്ചല്ല നല്ലത്, അത് വീട്ടിൽ വെച്ചാലുള്ളത് അത് വീട്ടിൽ വെച്ചേ ചെയ്യുള്ളൂ. അത് വേറുള്ളവരെ കാണിക്കാൻ വേണ്ടി പള്ളിയിൽ വെച്ച് ചെയ്യില്ല. ഒരു കാര്യം എങ്ങനെയെങ്കിലും സ്വകാര്യമാക്കി ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ സ്വകാര്യമാക്കി അവർ ചെയ്യുള്ളൂ. വലത്തെ കൈ കൊണ്ട് കൊടുത്തത് ഇടത്തെ കൈ അറിയരുത് എന്നാണെങ്കിൽ അറിയാതെ അവർ ചെയ്യും. അങ്ങനെ അവർ ഒരു പ്രശസ്തിയുടെ പിന്നാലെയല്ല, പേരിന്റെ പിന്നാലെയില്ല, അംഗീകാരത്തിന്റെ പിന്നാലെയില്ല, മറ്റവർ കാണാൻ വേണ്ടിയിട്ടല്ല. അവരുടെ കണക്ക് അള്ളാന്റെ അടുക്കലാണ്, അവരുടെ അംഗീകാരം അള്ളാന്റെ അടുക്കലാണ്. അള്ളാനോട് അവരൊരു കാര്യം ഉറപ്പിച്ചങ്ങട്ട് ആവശ്യപ്പെട്ടാൽ അല്ല അതറ. അങ്ങനത്തെ കുറച്ചാളുകൾ ഏത് കാലത്തുണ്ടാവും. കരുതുന്നുണ്ടോ ഈ മഴ പെയ്യുന്നത് നമ്മളെ യോഗ്യത കൊണ്ടാണ്? അല്ല. ലൗലാ ശുയൂഖുൻ ലില്ലാഹി റുക്കൻ വാസുബിയത്തും മീനൽ യതാറുള്ളു വൽമുഹ്മലാതു ഫിൽ ഫലാത്തി റുത്തഉ സുബ്ബ അലൈകുമുൽ അസാബുൽ ഔജ. ഇങ്ങനത്തെ അപൂർവ ചില നല്ല മനുഷ്യന്മാർ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. ശുയൂഖുൻ ലില്ലാഹി റുക്കൻ, റുക്കൂഇലും സുജൂദിലും കിടക്കുന്ന ചില വൃദ്ധന്മാരുണ്ട്. അവരെ നിങ്ങൾ കാണൂല. പള്ളിയിൽ വന്നിട്ട് മുൻനിരസത്തിൽ വലിയ സ്ഥാനം പിടിച്ചിട്ട് ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് അവർ കാറ്റിക്കൂട്ടുന്നവരല്ല. അവരെ റുക്കൂഴ്, അവരെ സുജൂദ് അള്ളാഹ്ക്കാണ്, സ്വകാര്യമായി ചെയ്യുന്നവരാണ്. ആ തരത്തിലുള്ള ഈ ഔലിയാക്കന്മാർ, അവരെ നിങ്ങൾ പേടിച്ചു. പിന്നെ അത് കഴിഞ്ഞാൽ അന്ന് ഈ മഴ പെയ്യിപ്പിക്കുന്നത് കുറച്ച് കാലികൾ മരുഭൂമിയിലൂടെ കാട്ടിലൂടെ മേഞ്ഞറിഞ്ഞ് തിന്നു നടക്കാനുള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ മുലയൂട്ടപ്പെടുന്ന ചെറിയ ചെറിയ കുറച്ച് കുഞ്ഞു കുട്ടികളുണ്ട്, ഈ കുട്ടികളുള്ളത് കൊണ്ടാണ്. ഇല്ല, നമ്മൾ മാത്രമാണ് എങ്കിൽ വേദനിപ്പിക്കുന്ന ശിക്ഷ എന്നിറങ്ങിയെന്നറിയും. നിങ്ങളുടെ കൂട്ടത്തിലെ ദുർബലരി എന്ന് കരുതുന്ന ഇത്തരക്കാരെ കൊണ്ടല്ലാതെ നിങ്ങൾക്ക് റിസ്ക് കിട്ടുന്നു എന്ന് കരുതുന്നോ നിങ്ങൾക്ക് സഹായം കിട്ടുന്നു എന്ന് കരുതുന്നോ നിങ്ങൾ? കരുതണ്ട. നമ്മുടെ കേമത്തരം കൊണ്ടല്ല. ഈ കേമം, നമ്മുടെ കേമം നടിക്കലൊന്നും അൽഹാക്കുമുത്തക്കാത്ത് ഹത്താ സുർത്തുൽ മഖാം ലൗ വലഇൻ സഅലനി ലഉഅതിയന്ന. ഇതാണ് രണ്ടാമത്തെ സമ്രത്ത്. അതാണ് ഏറ്റവും വലിയ സമ്രത്ത്. അള്ളാഹിനോട് ഒരു കാര്യം ചോദിച്ചാൽ അള്ളാഹ് അത് നിറവേറ്റി തരാമെന്ന്. നിങ്ങൾ സ്വന്തത്തോട് ചോദിക്കും, നിങ്ങളൊരു ദുആ അള്ളാഹ് സ്വീകരിക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. അള്ളാഹ് അത് തട്ടൂല, അതിന് ഞാൻ യോഗ്യനാണ് എന്ന് മനസ്സിൽ തോന്നാവുന്ന ഒരു യോഗ്യത നിങ്ങൾക്കുണ്ട്. എനിക്കുണ്ടോ? നിങ്ങൾക്കുണ്ടോ? ഞാൻ നിങ്ങൾ നിറയെ നീ കൂട്ടിയില്ല. മൂന്നാമതായി വസാരിസു സമ്ര, മൂന്നാമത്തേത് അവൻ എന്നോട് കാവൽ ചോദിച്ചാൽ അവന് ഞാൻ കാവൽ നൽകിയിരിക്കും. അത് എല്ലാത്തിനും ഒന്നാമത്തെ കാവൽ മിനൽ ഫിത്ന, ഫിത്നകളിൽ നിന്നാണ്. മിൻ ശർരിൽ ഫിത്ന, ഫിത്നകൾ എന്ന് പറഞ്ഞാൽ തമൂതു കമൗജിൽ ബഹർ إنها ستكون فتن كقطع الليل المظلم يصبح الرجل مؤمنا ويمسي كافرا ويمسي مؤمنا ويصبح كافرا يبيع دينه بعرض من الدنيا. രാവിലെ മുസ്ലിമായ ആൾ വൈകുന്നേരമാകുമ്പോഴത്തിന് കാഫറായി പോകുന്നു. ദീനിനെ ചില്ലിക്കാത്തിന് വിറ്റ് തുലക്കുന്ന, രാത്രിയുടെ തമോമയമായിട്ടുള്ള നിശാഖണ്ഡങ്ങൾ പോലുള്ള കൂരിരുട്ട് പരത്തുന്ന ഫിത്നകൾ, പ്രത്യക്ഷവും പരോക്ഷവുമായ ഫിത്നകൾ, ആ ഫിത്നകളിൽ നിന്ന് രക്ഷ കിട്ടണം. അയാൾ അള്ളാഹുവോട് കാവൽ ചോദിച്ചാൽ ബാക്കിയുള്ളവരൊക്കെ ഫിത്നയിൽ മുഴങ്ങുമ്പോൾ അയാൾ ഒന്നും അറിയാതെ, എവിടെ അറിയാതെ, പുറത്ത് പെരും ചൂടാ, ഉള്ളിക്കായക്ക് നല്ല തണുപ്പാണ്. അയാൾക്കൊന്നും പേടിക്കാനില്ലാതെ എല്ലാ ഫിത്നകളിൽ നിന്നും അള്ളാഹ് അയാൾക്ക് കാവൽ കൊടുക്കാൻ. കാരണം അയാൾ അള്ളാഹിനോട് കാവൽ ചോദിച്ചു, അള്ളാഹ് കാവൽ നൽകി. അള്ളാഹിന്റെ കാവലിന് യോഗ്യനാണ് അയാൾ. അള്ളാഹുവിന്റെ വലിയാണ്, അള്ളാഹിന്റെ മഹബത്ത്, അള്ളാഹിന്റെ നുസ്റത്ത്, അള്ളാഹിന്റെ മവറ്റ അദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് ഞാൻ നീട്ടുന്നില്ല. ഹദീസ് ഒന്നും കൂടെ വായിച്ച്, അർത്ഥം കൂടി പറയാതെ ഒന്നും കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കുക. അൻ അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു വഅർദാഹു عن النبي صلى الله عليه وسلم قال قال الله عز وجل من عادى لي وليا فقد آذنته بالحرب وما تقرب إلي عبدي بشيء أحب إلي مما افترضته عليه
وما زال عبدي يتقرب إلي بالنوافل حتى أحبه فإذا أحببته كنت سمعه الذي يسمع به وبصره الذي يبصر به ويده التي يبطش بها ورجله التي يمشي بها ولئن سألني لأعيذنه ولئن سألني لأعطينه ولئن استعاذني لأعيذنه اللهم هيئ لنا من أمرنا رشدا اللهم بلغنا اللهم إني أسألك بأسمائك الحسنى وصفاتك العلى أن يجعلنا جميعا هداة مهتدين غير ضالين ولا مضلين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.